ഭഗവത്ഗീത ശാസ്ത്രം പുരുഷോത്തമ യോഗത്തോടുകൂടി അവസാനിച്ചു. ഇനി 2 അധ്യായങ്ങൾ പരിശിഷ്ടം എന്ന് പറയും. 9 പറഞ്ഞ 11, 12 രാക്ഷസ ആസുര ഭാഗം പറഞ്ഞു. അതിൽ അസുരന്മാരുടെ ഇത് പറയണം ഇവിടെ 16. പിന്നെ 27 യജ്ഞദാന തപത്തെപ്പറ്റി പറയും. അതിൻ്റെ വിശദീകരണമാണ് 17. ഗീത തുടങ്ങുമ്പോൾ 3 ശ്ലോകങ്ങളെ കൊണ്ട് പാണ്ഡവ സൈന്യത്തെ വിവരിക്കേണ്ടായി. അവിടെ ഒരു ശ്ലോകം കൊണ്ട് ആസുര വരും. 8 ആസുരന്മാർ. അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ചരിത്ര ഗ്രന്ഥമല്ല, ഒരു ധർമ്മഗ്രന്ഥമാണ്. അപ്പോൾ ആ 3:18 എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനിവിടെ തുടങ്ങുമ്പോൾ ആദ്യത്തെ 3 ശ്ലോകം ദേവീ സമ്പത്തും 4-ാം ശ്ലോകം ആസുരി സമ്പത്തും. ഇവർ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ പറയുന്നത് ഈ ഗീതയിൽ. അല്ലാണ്ട് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും തമ്മിലുള്ള യുദ്ധമല്ല. സിംബോളിക് എന്ന് പറയില്ല. അതുപോലെ ആദ്യം ദേവീ സമ്പത്തിനെ പറ്റി പറയണു. ശ്രീ ഭഗവാൻ വാച അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ സ്തവ ആർജവം. തുടങ്ങുന്നത് അഭയം എന്ന ഗുണത്തെയാണ്. എന്താ കാരണം? ഭയമുള്ള ദിക്കിൽ സൽഗുണങ്ങളൊന്നും വളരില്ല. കാരണം താൻ മരിക്കുമെന്ന് പേടിയാണല്ലോ. അപ്പോൾ താൻ ശരീരമാണെന്ന് വിചാരിച്ചു. ശരീരമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം സൽഗുണങ്ങൾക്കൊന്നിനും സാലില്ല. കാരണം താൻ ആത്മാവാണെന്ന് അറിയുമ്പോഴല്ലേ സൽഗുണങ്ങൾ സാധിക്കുള്ളൂ. അഭയം. അഭയത്തിന് 2 അർത്ഥം. ആരെയും ഭയമില്ല എന്നൊരർത്ഥം. 2 അയാളെ ആർക്കും ഭയപ്പെടേണ്ട എന്നൊരർത്ഥം. ആദ്യത്തെ അർത്ഥം മാത്രം എടുത്താൽ വല്ല പോക്കിരികളൊക്കെ ആവും. അയാൾക്ക് ആരെയും പേടിയില്ല പറഞ്ഞാൽ. അതല്ല, ഇതിന് കഥയായിട്ട് ഈ ഹിരണ്യകശിപുവിനെ പറഞ്ഞിട്ടുണ്ട്. ഹിരണ്യകശിപുവിന് ആരെയും ഭയമില്ല, പക്ഷേ അയാളെ എല്ലാവർക്കും പേടിയായിരുന്നു. ഹിരണ്യകശിപുവിൻ്റെ മകന് പ്രഹ്ലാദന് ആ ഹിരണ്യകശിപുവിനെയും പേടിയില്ല. അങ്ങനെയാണ്. പിന്നെ പ്രഹ്ലാദനെ ആർക്കോട്ട് ഭയപ്പെടും വേണ്ട. അപ്പോൾ അഭയം എന്ന് പറഞ്ഞാൽ സൽഗുണമാണ്. ആ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റെല്ലാ ഗുണങ്ങളും നിൽക്കുള്ളൂ. ഞാൻ മരിക്കും എന്നാണ് ഏറ്റവും വലിയ ഭയം. അത് അധ്യാത്മശാസ്ത്രത്തിന് വിരുദ്ധമാണ്. കാരണം ആത്മാവ് പൂർണ്ണമാണ്, അതിനൊരിക്കലും മരിക്കാൻ വയ്യ. അപ്പോൾ താൻ ആത്മാവാണ്, തനിക്ക് നാശമില്ല എന്ന ബോധമുള്ള ആൾക്ക് മാത്രമേ ദൈവീ സമ്പത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയാനാണ് ആദ്യം തന്നെ അഭയം എന്ന് പറഞ്ഞത്. അടുത്തത് തത്വസംശുദ്ധി, അതായത് മനസ്സിൻ്റെ സംശുദ്ധി എന്നാണ് പറഞ്ഞത്. എന്താ? ഈ മനസ്സിലെ ആഗ്രഹങ്ങളാണ് അശുദ്ധി. ആഗ്രഹം ഉണ്ടാവാൻ കാരണം എന്താ? താൻ പരിമിതനാണെന്നുള്ള വിചാരമാണ്. ആ പരിമിതനാണുള്ള വിചാരമല്ല, ഞാൻ പൂർണ്ണനാണെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സ് ശുദ്ധായി. അതുണ്ടാവണം. അപ്പോൾ ദേവീ സമ്പത്തിൽ പറയുന്നത് അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ്. ഞാൻ പൂർണ്ണനാണെന്നുള്ളതാണ് അജ്ഞാനം. ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുന്ന അജ്ഞാനം. അതിനെന്ത് വേണം? വ്യവസ്ഥിതി എന്ന് വെച്ചിട്ടുണ്ട്. ഒരു ഉറപ്പുണ്ടാവണം. ഇപ്പം ഇന്നുണ്ട്, നാളില്ല, അങ്ങനെ പറ്റില്ല. ജ്ഞാനയോഗം ആ വ്യവസ്ഥിതമായ ഇത് കയ്യിലുണ്ടാവണം. അപ്പോൾ ആദ്യം അഭയം ഉണ്ടാവണം, സത്വസംശുദ്ധി ഉണ്ടാവണം, ജ്ഞാനയോഗ വ്യവസ്ഥിതി ഉണ്ടാവണം. ഇനി ദാനം ദപം യജ്ഞം, ഇതൊക്കെ ചെറിയ വാക്കാണെങ്കിലും വളരെ വലിയ അർത്ഥമുണ്ട്. ദാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ധാരണ എന്തെങ്കിലും സാധനങ്ങൾ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നതിനാണ് ദാനം എന്ന് പറയുന്നത്. അതൊരർത്ഥമാണ്, അല്ലാന്ന് പറയില്ല. ഭാഗവതം അല്ലെങ്കിൽ ഗീതയൊന്നും അങ്ങനെ ഈ വെറും സാമൂഹ്യ കാര്യങ്ങൾ പറഞ്ഞതല്ല. ദാനം ഭാഗവതം പറയണത് എല്ലാവർക്കും, ഏത് ജീവിക്കും മറ്റൊരാളെ ഉപദ്രവിക്കാൻ ചെറിയൊരു കഴിവുണ്ടാവും. ഒരു ഉറുമ്പാണെങ്കിൽ ഒന്നുമില്ല, ഞാൻ കടിക്കാമല്ലോ. ആ കഴിവ് ഉപയോഗിക്കാതെ ഇരിക്കലാണ് ദാനം. കാരണം എന്താ വെച്ചാൽ ആർക്കും ദാനം ചെയ്യാറാവണം. അപ്പോൾ പണം മാത്രമേ ദാനം ചെയ്യാൻ, സാധാരണക്കാരന് ദാനം ചെയ്യാൻ പറ്റില്ല. ഇതതില്ല. ദണ്ഡന്യാസം പരം ദാനം ഭാഗവതം പറയുന്നത്. ദണ്ഡം ന്യാസം, ദണ്ഡിക്കാനുള്ള ശക്തി, അതിനെ വേണ്ടാന്ന് വയ്ക്കുക. അപ്പോൾ ഇത് ആർക്കും ചെയ്യാം, ഏത് ജീവിക്കും ചെയ്യാൻ സാധിക്കും. ഒരു
മനുഷ്യന് ധാരാളം സാധിക്കും, നമുക്ക് മറ്റൊരാളെ ഉപദ്രവിക്കാം. നിങ്ങളൊന്നും അങ്ങോട്ട് കൊടുക്കണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ തന്നെ വലിയ ദാനായി. ശങ്കരാചാര്യന്മാർ അതിന് ഒന്നുകൂടിയും വലിയ കഥ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വളരെ സൂക്ഷ്മമാണ്. ദാനം സമവിഭജനം എന്നതിന് പേര് പറഞ്ഞിട്ടുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തിയറി ഒന്നും ഇപ്പോൾ കണ്ടതൊന്നുമല്ല, അവരോ കാലം മുമ്പ് നമ്മൾക്ക് ഇവിടെ അറിയാം. മനുഷ്യന് 2 തരത്തിലാണ് ശക്തി ഉണ്ടാവുക. ഒന്ന് ബുദ്ധിശക്തി, ഒന്ന് ശരീരശക്തി. ഇത് അധികമുള്ളവർ കുറച്ചുണ്ടാവും, ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിശക്തിയും ചുരുങ്ങും, കായിക ശക്തിയും ചുരുങ്ങും. അപ്പോൾ ഇവർക്ക് 2 കൂട്ടർക്കും അവരുടെ ശക്തി കൊണ്ട് സമ്പാദ്യം അധികം ഉണ്ടാവും, ബുദ്ധിമാനും ശരീരശക്തിയുള്ള ആൾക്കും. അപ്പോൾ ഈ സാമ്പത്തിക സമതുലത ഇല്ലാതെയാവും. അവർ ചെറിയൊരു വർഗം, ഇവർ ക്ലാസ് വാറല്ല, അവർ ഈശ്വരീയമായ ദത്താണ് ഈ ബുദ്ധിശക്തിയും ശരീരശക്തിയും, അല്ലാണ്ട് നമ്മളുണ്ടാക്കിയതൊന്നുമല്ല. പക്ഷെ അവർ നല്ലവരാണ്. അങ്ങനെയാണ് നമ്മുടെ ഭാഗവതമൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവരാ സംഘടന ശക്തി, ഇവരാ അപ്പോൾ അവർ തമ്മിലൊരു ക്ലാസ് വാർ അത് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ 2 കൂട്ടർക്കും നഷ്ടമാണ്. ഇവരാണെങ്കിൽ ബുദ്ധിമാന്മാരുമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുക വെച്ചാൽ, ഇങ്ങനെ വേണ്ട, ഇത് ഉണ്ടാക്കിയ ധനത്തിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും സ്വന്തമായിട്ട് അവർ തന്നെ കൊടുക്കും. എന്താ പറയുക, സ്വാഭാവികമായ അല്ലെങ്കിൽ സദ്ബുദ്ധിയോടുകൂടിയ സോഷ്യലിസം ഇവർക്ക് തന്നെ മടക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് ആക്ഷേപത്തിന് നിർത്തിയില്ല, സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ. കുറേ കാലം കഴിഞ്ഞാൽ വീണ്ടും ഇതുണ്ടാവുകൊണ്ട് മടങ്ങി വരും. അപ്പോൾ പിന്നെയും അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഈ ചെയ്യുന്ന സമവിഭജനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ദാനം. എത്ര ഗംഭീരമായിരിക്കുന്നു അതിൻ്റെ ആലോചന. ശങ്കരാചാര്യർ ദാനം അറിഞ്ഞ് ഉള്ള സോഷ്യലിസം. മറ്റത് ഗവൺമെൻറ് പിടിച്ചെടുത്ത് കൊടുക്കുക, അപ്പോൾ അവിടെ വിഷമമുണ്ട്. അതില്ല. ദാനം ദമം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളെ ഒതുക്കണേനാണ് ദമം എന്ന് പറയാം. മനസ്സിനെ ഒതുക്കണേന് ശമം എന്നാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ഒതുക്കാൻ നമുക്ക് വേഗം കഴിയും, മനസ്സിനെ ഒതുക്കാനാണ് പ്രയാസമുള്ളത്. കാരണം ഇന്ദ്രിയങ്ങൾക്കിപ്പോൾ അധികം നേരം കണ്ടാൽ അതിന് വയ്യാണ്ട് പോവും, കണ്ണിന് അധികം കേട്ടാൽ വയ്യാണ്ട് പോവും, അതിന് തന്നെ സാറുണ്ട്. അപ്പോൾ നമ്മളൊന്നും മനസ്സിരുത്തിയാൽ വേണ്ടാതെ എന്തിനാന്ന് വിചാരിച്ചാൽ ഈ ദമം എന്നുള്ളത് പ്രയാസത്തിലാണ്. ദമം യജ്ഞം എന്നുള്ളതിനർത്ഥം ഈ സഹകരണ പ്രവർത്തനത്തിൻ്റെ പേരാണ് യജ്ഞം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കണ്ടത്തിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നെല്ലിങ്ങോട്ട് കിട്ടിയാൽ അതിൻ്റെ ഒരു ഭാഗം മടക്കി അങ്ങോട്ട് തന്നെ കൊടുക്കണം. അതായത് അതിൽ കിട്ടിയാൽ വെച്ച് ഏറ്റവും നല്ലത് വിത്ത്, അത് വീണ്ടും അങ്ങോട്ട് തന്നെ കൊടുക്കണം. അതുമാതിരി അവിടുന്ന് കിട്ടുന്ന വൈക്കോല സാധനം കിട്ടിയിട്ടുണ്ട്, അത് പശുവിനായിട്ട് കൊടുത്താൽ ചാണകമായിട്ട് അതിന് മടക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ആ ഭൂമി എപ്പോഴും മടക്കി പിന്നെയും തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ചുമതലയാണ് എന്തിനെങ്ങോട്ട് കിട്ടാൻ. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ഭൂമി തരിശ് ഭൂമിയായിട്ട് പോകും, നശിക്കും. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ കിട്ടിയാൽ നല്ലൊരു ഭാഗം അങ്ങോട്ട് മടക്കി കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ദാനം ദമം യജ്ഞം എന്നൊക്കെ സാമൂഹികമായ നീതി അത് സ്വയം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ യജ്ഞം നമ്മൾ ചെയ്യേണ്ടതാണ്, ഒരാൾ നിർബന്ധിച്ചിട്ടല്ല. ദാനം ദമം യജ്ഞം. സ്വാധ്യായം സാധാരണ ഞാൻ പറയാം പഠിപ്പെന്നാണ്. ഇവിടെ അർത്ഥം സ്വം, ഞാൻ ആരാണ് എന്നത് പഠിക്കുക. ഞാൻ ശരീരമാണോ മനസ്സാണോ ബുദ്ധിയാണോ അതൊന്നുമല്ല, ഞാൻ ആത്മാവാണ്. അതിനുള്ള മാതിരിയുള്ള ആധ്യാത്മജ്ഞാനത്തിനെയാണ് സ്വാധ്യായം. തപസ്, അതും തെറ്റായ ധാരണ നമുക്കുള്ളത്. വല്ല കാട്ടിൽ പോയി ഭക്ഷണം കഴിക്കാണ്ട് വല്ല ചില സർക്കസ് പോലെ നിൽക്കുക, അതല്ല. തപസ് എന്നുള്ളതിന് ഭാഗവതം പറഞ്ഞത് കാമത്യാഗ തപസ്മൃത. ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വെക്കുന്നതാണ് ഏറ്റവും വലിയ തപസ്. അത് ചെയ്താൽ പിന്നെ ഇവിടെ പ്രശ്നമൊന്നുമില്ല. കാരണം താൻ ഈ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, അതില്ലാതെയാണ് തപസ്മൃത. ആർജവം എന്ന് പറഞ്ഞാൽ ഋജു രേഖ എന്ന് പറഞ്ഞാൽ നേർരേഖ. അപ്പോൾ തെറ്റായ മാർഗത്തിലൊന്നും പോയില്ല. മനസ്സും ബുദ്ധിയും ശരീരവും നേരായ മാർഗത്തിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അതാണ് ആർജവം. അങ്ങനെ അടുത്ത ശ്ലോകത്തിൽ ഇനിയും വരുന്നു. അഹിംസ സത്യമക്രോധ ത്യാഗശാന്തിരപൈഷനം ദയാ ഭൂതേഷു അലോലോപ്തം മാർദ്ദവം ഹ്രീരചാപലം. അഹിംസ, ഇതും വളരെ തെറ്റിദ്ധരിക്കുന്ന വാക്കാണ്. പലരും അഹിംസ വെച്ചാൽ
ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങനെ കൊണ്ടിട്ട് മേപ്പിട്ട് നോക്കി നിൽക്കണമെന്ന് തന്നെ. അതിന് അഹിംസ എന്നല്ല പേര്, അതിന് ഭീരുത്വം എന്നാണ് പേര്. അത് ആരും അതിനെ അംഗീകരിച്ചിട്ടില്ല. അതിനേക്കാൾ ഇപ്പം ഇങ്ങോട്ട് അടിച്ചാൽ കൊള്ളുക എന്നുള്ളത് ശരിക്കും പറഞ്ഞ മഹാപൊട്ടൻ ഭീരു തന്നെ, അധ്യാത്മൻ ഭീരുവല്ല. രണ്ടാമതുള്ളത് ഇങ്ങോട്ട് അടിച്ചാൽ അപ്പം അങ്ങോട്ട് അടിക്കുക, അത് അഹിംസ, ഈ ഭീരുത്വത്തേക്കാൾ ഭേദമാണ്. മൂന്നാമത്തത് ഇങ്ങോട്ട് അടിച്ചിട്ട് ആ അടിച്ച ആൾ വിവരമില്ലാഞ്ഞിട്ടാണ്. അവൾക്ക് അയാളേക്കാൾ 4 ഇരട്ടി ശക്തിയുണ്ട് ഈ അടി കൊണ്ട ആൾക്ക്. എന്നിട്ട് പാവം എന്ന് വിചാരിച്ചിട്ട്, ദയ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഒന്നും ചെയ്യാതിരിക്കുക. അതാണ് ശരിക്കുള്ള അഹിംസ. അല്ലാണ്ട് എന്ത് കാട്ടിയാലും കൊള്ളുന്നത് അഹിംസ അല്ല, അത് ഭീരുത്വമാണ്. ഇപ്പോൾ ഗാന്ധിജിയുടെ അഹിംസ അതായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കഥയുണ്ട്. ഭൃഗുമഹർഷി ഒന്ന് കാലുകൊണ്ട് ഈ മാർത്ത് ചവിട്ടും. അപ്പോൾ ഭഗവാൻ ഉണർന്നിട്ട് അയ്യോ അങ്ങോട്ട് കാലിന് വല്ലതും കേടുവെന്ന് നോക്കും. വെച്ചാൽ അത്രയും ക്ഷമയുണ്ട് എന്ന് കാണിക്കാനായിട്ട്. അതും ആണ് അവിടെ അഹിംസ. ഭഗവാന് ആ മഹർഷിയെ ശപിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒരു മിനിറ്റേ കൊണ്ടു. അതല്ല, ഈ ക്ഷമ ഉണ്ടോയെന്ന് നോക്കാനാണ് അദ്ദേഹം വന്നത്. അപ്പോൾ വിഷ്ണുവാണ് ഏറ്റവും അധികം ക്ഷമയുള്ളതെന്ന് കഥയിലാണ്. ഏതായാലും അങ്ങോട്ട് ചെയ്യാൻ സാധിച്ചിട്ടും ചെയ്യാതിരിക്കണതിൻ്റെ പേരാണ് ക്ഷമ. അല്ലാതെ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഞാൻ ഒരാളിനെ ശക്തനാണ് അടിച്ചു, ഞാൻ ഒന്നും കാട്ടിയില്ല, ക്ഷമിച്ചു, എനിക്കൊന്നും വീഴാഞ്ഞിട്ടാ, അതിന് ക്ഷമാന്ന് പേരില്ല. അഹിംസ, സത്യം, ഇത് വളരെ വിഷമമുള്ള വാക്കാണ്. സത്യം, എന്താ സത്യം എന്നുള്ളത് വാസ്തവത്തിൽ സത്യത്തിന് എന്താന്ന് പറയുക. വിനോബായി ഒരാൾ ചോദിച്ചു എന്താ സത്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവന് ആശ്രമിരിക്കുകയാണ്. എന്തോ ഈത്തപ്പഴം കഴിക്കരുത്, സത്യം ചായ ഈത്തപ്പഴം എന്ന് പറഞ്ഞു. അതല്ല പറഞ്ഞു. അപ്പോൾ ഒരു വാച്ചയെന്ന് പറഞ്ഞു, സത്യം ചായ വാച്ച പറഞ്ഞു. അതല്ല പറഞ്ഞു. അപ്പോൾ വിനോബായി ചോദിച്ചു തനിക്ക് ഇപ്പോൾ സത്യം ചായ എന്താണെന്ന് അറിയുന്നുള്ളൂ. ഞാൻ ചോദിക്കണതൊന്നും അല്ല പറഞ്ഞാൽ എനിക്കത് അറിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ എന്തിനാണ് ചോദിക്കണത്? എല്ലാവർക്കും സത്യം ചായ എന്താ അറിയാം, പക്ഷേ അത് പറയുക സത്യം എന്താണെന്നുള്ളത്. കാരണം സത്യം സ്വരൂപ സത്യത്തിന് ഇന്നത്, അതിനൊരു നിർവചനം വയ്യ സത്യത്തിന്. ഈ കാണുന്നതൊക്കെ സത്യ, അല്ലാണ്ട് എന്നതൊന്നും മാത്രം സത്യം എന്ന് പറയുക. സത്യം സുന്ദരം എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്നതാണെന്ന് പറയാൻ വയ്യ. അത് ഉള്ളത് എന്നില്ലേ, നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സത എന്ന് പറഞ്ഞല്ലോ. ഉള്ളതിന് ഒരിക്കലും ഇല്ലായ്മ വരില്ല, ഇല്ലായ്മയ്ക്ക് ഒരിക്കലും ഉണ്മയുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സത്യം എന്ന് പറയുന്നത് ഉള്ളത്. അപ്പോൾ അതാണ് നമ്മളുടെ അധ്യാത്മപ്രകാരം പറഞ്ഞാൽ പരമാത്മാവ്, പരമാത്മതത്വം, അതാണ് സത്യം. അഹിംസ സത്യം. അക്രോധം ഇവിടെ ഒന്ന് തിരിച്ചാ പറയുന്നത്. ഇവിടെ ക്രോധം എന്നുള്ളത് മനസ്സിൻ്റെ ഭാവമാണ് ഒന്നുള്ള വരുന്നത്. ആ ഭാവം തന്നെ മനസ്സിലില്ലാതിരിക്കുക. സാധാരണ ആളുകൾക്ക് ക്രോധം വരും. മഹാത്മാക്കൾക്ക്, ഈ സത്യവും അഹിംസയൊക്കെ ഉള്ള ആൾക്ക് അക്രോധം, മനസ്സ് ക്രോധത്തിലേക്ക് നീങ്ങുപോലും ചെയ്യില്ല. അതാണത് അക്രോധം. ത്യാഗം, എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഉള്ളതിനെ ഇല്ലാതെ ദാനം ചെയ്യാന്നൊക്കെ ത്യാഗത്തിന് പേര്. ത്യാഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലത്യാഗമാണ് ത്യാഗം. കർമ്മത്യാഗമല്ല, കർമ്മഫലത്തെ ത്യജിക്കുക. കർമ്മം ഉണ്ടാവും, ഫലം ഉണ്ടാവണം, അത് എനിക്ക് വേണമെന്ന് വിചാരിക്കുക. കാരണം ത്യാഗം, കർമ്മത്യാഗം. ശാന്തി വീണ്ടും മനസ്സിൻ്റെ തന്നെ, മനസ്സ് ഒതുങ്ങിയിരിക്കുക. മനസ്സ് ഈ വിഷയങ്ങളിലേക്ക് പോകാതെ ഏകമായ ആത്മാവിലേക്ക് മാത്രം പോകാൻ ശ്രമം. അപൈശ്വനം എന്ന് പറഞ്ഞാൽ ഈ പരദൂഷണം പറയാം. സാധാരണ എല്ലാവർക്കുള്ളതാണ്. 2 കാര്യമുള്ളത്, എൻ്റെ കേമത്തും മറ്റേൻ്റെ ദൂഷ്യം പറയലാണ് സാധാരണ മനുഷ്യൻ പതിവ്. ഇതങ്ങനെയല്ല, മറ്റൊരു പറ്റുമില്ല. ഭാഗവതം തന്നെ പറയുന്നത് ന നിന്ദേത ന സ്തുവീത. ആരെയും നിന്ദിക്കുകയത്, ആരെ സ്തുതിക്കാനും പാടില്ല. കാരണം ഇവിടെ ഒന്നേ ഉള്ളൂ, ആരെ സ്തുതിക്കും? അപ്പോൾ ഈശ്വരൻ. ദയ, അത് സാധാരണ നമുക്കറിയാണ്. എന്തെങ്കിലും വന്നാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൾക്ക് നമ്മളെ കൊണ്ട് ആവുന്ന സഹായം ചെയ്യാം. ദയ അത് സാധാരണയാണ്. ആ ദയ തന്നെ ഇനി 17 3 തരത്തിലുണ്ടെന്ന് പറയും. സാത്വികം, രാജസം, താമസം. അതിൽ സാത്വിക ദയയെ പാടുള്ളൂ, മറ്റത് വയ്യ, തെറ്റുവരും. ദയ. ഭൂതേഷു അലോലുപ്തം. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. അലോലുപ്തം അതിലൊരു ഒട്ടൽ ചെയ്യാതിരിക്കുക. അതൊക്കെ എനിക്ക് കിട്ടണം ഉണ്ടവിടെ, നമുക്ക് ആവശ്യം എടുക്കാൻ ഒരു വിരോധമില്ല. അത് എൻ്റെ മാത്രമാവണം തോന്നുക, അതുണ്ടാവുക അലോലുപ്തം. മാർദ്ദവം എന്ന് പറഞ്ഞാൽ മിനുസം എന്നാണ് ശരിക്കും, അല്ലേ? മിനുസം വെച്ചാലോ ഫ്രിക്ഷനില്ല.
എല്ലാവരും ഒന്നാണെന്ന് തോന്നുമ്പോൾ മറ്റേ ഫ്രിക്ഷൻ വരുന്നത് ഞാനും നീയും പറയുന്ന അതില്ല തോന്നുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. മാർദ്ദവം അചാപലം, ചപലത മാറിക്കൊണ്ടിരിക്കുക, അചാപലം മാറാതിരിക്കുക, അതൊക്കെ മനസ്സിൻ്റെ അചാപലം. തേജ, അടുത്ത് തേജക്ഷമ ധൃതിശൗചം അദ്രോഹോ നാദ്യമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത. തേജസ്, ഓജസ് എന്നുള്ളത് ഒന്നുണ്ട്. അത് ഈ പുത്രോൽപാദനത്തിന് ആ ഓജസ്സാണ്. തേജസ് ബുദ്ധിയുടെ മുഖത്ത് കണ്ടാൽ തന്നെ നമ്മളൊരു പെനംബ്ര എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഒരു എന്താ അതിന് പറയുക, ഘോരാന്ന് അറിയില്ല, എന്തോ അവിടെ ഒരു പ്രഭ ചുറ്റ അത് ഉണ്ടായിരിക്കും ആർക്ക്? ഈ സാത്വികന്. തേജ. ക്ഷമ ഇവിടെ മുമ്പ് പറഞ്ഞു, അവിടെ മുമ്പ് അക്രോധ എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ അതിൻ്റെ ശരിക്കുള്ള വാക്ക് ക്ഷമ. ധൃതി ച ധൈര്യം. ശൗചം എന്ന് പറയുന്നത് വൃത്തിയാക്കലെന്നർത്ഥമാണ്, ഒട്ടലില്ലായിരിക്കുക. അവിടെ ഭാഗവതന് പറഞ്ഞത് ജിഹ്വോപസ്ഥജയോ അല്ല, കർമ്മസ്വസംഗമ ശൗചം, കർമ്മത്തിൽ സംഘമില്ലാതെ ഇരിക്കലാണ് ശൗചം. അപ്പം മനസ്സിൻ്റെതൊക്കെ, അല്ലാണ്ട് ശാരീരിക ശൗചമല്ല. അദ്രോഹം, ദ്രോഹിക്കാതിരിക്കുക. അവസാനം നാദിമാനിത, അഭിമാനമില്ലായിരിക്കുക. എന്നാണ് ഇവിടെ 26 ഗുണങ്ങളെ പറയാം. അതിൽ ഒരു സെറ്റ് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പിലും 2 ഗംഭീരന്മാരെ നിർത്തിയിട്ടുണ്ട്. മുമ്പിൽ അഭയത്തെ നിർത്തി. അപ്പോൾ അതാണ് ഈ പടനായകൻ. അതില്ലെങ്കിൽ ഒന്നും ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ അപ്പുറത്ത് കൂടി ഈ ശത്രു വന്ന് നമ്മളെ ഉപദ്രവിക്കും. കാരണം അഭിമാനം വന്നാൽ അതില്ലാത്തതുകൊണ്ട് പിന്നെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? ആദിമാനിത, അഭിമാനം ഇല്ലാണ്ടിരിക്കുക. താൻ കേമനാണെന്നുള്ള ഒട്ടും ഇല്ല, ഈശ്വരൻ്റെ കൊണ്ട് ഇതൊക്കെ ചെയ്യണു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ആളുകളുടെ ചോട്ടിലാണ് ഇവർ നിൽക്കുന്നത്. പിന്നെ വഴി പറഞ്ഞത് ആകപ്പാടെടുത്ത് നോക്കിയാൽ ഇതിനെല്ലാം കൂടി 2 കാര്യത്തിലെടുത്താം. ഒന്നിന് പേര് അഭയം എന്നുള്ളതിന് സത്യം, അഭിമാനിത എന്നുള്ളതിന് അഹിംസ. അപ്പോൾ സത്യം അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 26 ഗുണങ്ങളും അതിൽപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ ഇത് സാധിച്ചാൽ ഇതൊക്കെയാണ് ദേവീ സമ്പത്ത്. നമുക്ക് 3 ശ്ലോകം. ഇനി ആസുരന്മാരുടെ ഒരൊറ്റ ശ്ലോകം കൊണ്ട് പറയണം. ദംഭോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥസമ്പദം ആസുരി. ദംഭം, അതായത് എന്നിലില്ലാത്ത ഗുണം എന്നിലുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ പേരാ ദംഭം. എനിക്ക് അത്രയൊന്നും പഠിപ്പൊന്നുമില്ല, അതിൻ്റെ കാര്യം ഞാൻ വലിയ ജ്ഞാനിയാണെന്ന് വിചാരിക്കുന്നത് ദംഭം. അത് എല്ലാവരും ഈ കാറ്റിക്കൂട്ടുകയാണല്ലോ, അവളുടെ ഒരു ദംഭം എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അയാൾക്ക് ആ ഗുണമില്ല, പക്ഷേ അയാളുണ്ടെന്ന് കാണിക്കുക. ഇത് ആണ് അസുരത്തിൻ്റെ പ്രധാനപ്പെട്ട ദംഭം. ദർപ്പം എന്ന് പറഞ്ഞത് അതുണ്ടെന്ന് കണക്കിട്ട് വിദ്യ അല്ലെങ്കിൽ ധനം, കുലം, പദവി എന്നിവയിൽ ഞെളിയലാണ് ഉണ്ട് ചിലർക്ക്. അപ്പോൾ അയാൾക്ക് മറ്റേത് ഇല്ലാത്ത ആൾക്കാർ ദംഭം, ഇതുണ്ടായ അയാൾക്ക് ദർപ്പം ഉണ്ടാവുക. എന്നിട്ടോ അഭിമാനം നേർക്ക് ഉള്ള അളവ്, ഞാൻ കേമനാണെന്ന് സ്വയം അയാൾ എന്നെ നിശ്ചയിക്കുക. അപ്പോൾ ദർപ്പോ അഭിമാന. ക്രോധം, ഇത് പറയാനില്ല, ഈ അസുരന്മാർക്കൊക്കെ വളരെയധികം ക്രോധം ഉണ്ടാവും. ക്രോധത്തിൻ്റെ മൂർത്തികളാണ് അവർക്ക്. കാരണം അവർക്കൊന്നിനും സഹിക്കാൻ വയ്യ. താൻ താഴെയാണ് പറയണതിന് മുമ്പ് മറ്റവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് അയാൾക്ക് വയ്യ. എല്ലാവരും ഞാൻ പറഞ്ഞവരെ കൂട്ടാകണമെന്നാണ് ഈ അസുരൻ്റെ വിചാരം. അപ്പോൾ ക്രോധം. പാരുഷ്യം, പരുഷത എന്ന് വെച്ചാൽ ഒരു തരം ഒരിക്കലമാരിയുണ്ടേ, ഒരു എന്താ ലോകില്ലാത്തുള്ള പെരുമാറ്റില്ലേ, ഒരു പരുഷമായിട്ടുള്ള സ്വഭാവമാണ് പാരുഷ്യം ഏവച. ഇതൊക്കെ അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലേ? ജ്ഞാനമുള്ളവർക്കൊന്നും അജ്ഞാനം. ഇങ്ങനെ അപ്പോൾ ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം ച ഇതെല്ലാം അഭിജാതസ്യ പാർത്ഥ സമ്പത്ത് ആസുരി. ആസുരി സമ്പത്തുകളാണ്. ഇവ 6 ത്യജിക്കണം. ഇവ 6 ത്യജിക്കണേക്കാൾ ആവശ്യം, ത്യജിക്കണ്ടെന്നല്ല പറഞ്ഞത്, മറ്റേ 26 ഉണ്ടെങ്കിൽ ഇവയെ ത്യജിക്കേണ്ടി വരില്ല. കാരണം ഇവ പ്രകടമാവില്ല
തന്നെ ഒതുങ്ങിക്കൊള്ളും. രണ്ടും കൂടി നിൽക്കില്ല, വെളിച്ചവും ഇരുട്ടും കൂടി നിൽക്കില്ല. ഒന്നുകിൽ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചം, അങ്ങനെ സാധിക്കുള്ളൂ. ഈ ദൈവസമ്പത്തുള്ള ഒരാൾക്ക് ആസുരി സമ്പത്ത് ഉണ്ടാവാൻ സാധ്യമല്ല, വരില്ല ആൾക്ക്. അപ്പോൾ ഇതിൽ ഈ ദൈവീ സമ്പത്ത് കഴിഞ്ഞ 15 അധ്യായങ്ങളായിട്ട് വളരെ വിസ്തരിച്ചു പെട്ടെന്ന് പറയാം ഭഗവാൻ. ദേവീ സമ്പത്ത് വിമോക്ഷായ നിബദ്ധായ ആസുരി മത മാശുച സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവ. ദേവീ സമ്പത്ത് ഈ സത്തിനെ വിമോക്ഷായ മോക്ഷത്തിനായിക്കൊണ്ടാണ് ദേവീ സമ്പത്ത്. മോക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെ പറയണമെന്നുള്ളൂ, മോഹക്ഷയാണ്. അതൊരു സാധനം കിട്ടേണ്ടതല്ല, മോഹം കളയേണ്ടതാണ്. മോക്ഷം കിട്ടാനുള്ളതല്ല, മോഹത്തെ ക്ഷയിപ്പിച്ചാൽ ഉണ്ടാവുന്ന സ്ഥിതിയുടെ പേരാണ് ദേവി മോക്ഷായ. ആസുരി നിബദ്ധായ നമ്മളെ കുടുക്കിൽപ്പെടുന്നതാണ് ആസുരി സമ്പത്ത്. കാരണം നമ്മൾ പരിമിതനാണെന്ന് വിചാരിച്ചു, അപ്പോൾ നമുക്ക് കുടുക്കിൽപ്പെടുമല്ലോ. അത് മാ ശുച സമ്പദം. ഭഗവാൻ നമ്മൾക്ക് മനുഷ്യന് ഒരു എന്താ പറയേണ്ടത്, പരിഭ്രമിക്കേണ്ട എന്ന് കാണില്ലേ. കാരണം മാ ശുച 2 പ്രാവശ്യം ഈ മാ ശുച എന്ന് പറയുന്നു. ഒന്ന് ഇവിടെയും ഇനി 18-ലും അവിടെയും മാ ശുച ഉണ്ട്. ദുഃഖിക്കേണ്ട. എന്താ കാരണം? നീയ് ദൈവീ സമ്പത്തോടു കൂടി ജനിച്ചവനാ. മനുഷ്യരെല്ലാവരും തന്നെ പൊതുവെ അധികം ഈ ദൈവീ സമ്പത്തോടു കൂടി ഉള്ളവരാണ് മനുഷ്യന്മാരെല്ലാവരും തന്നെ. അല്പം ചിലരെ ഉള്ളൂ. അധികം ആളുകളും ഇങ്ങനെ ആസുരിയാണെങ്കിൽ ആ പ്രത്യേക ജാതി നിലനിൽക്കില്ല. കാരണം നോക്കിക്കോളൂ, ഏറ്റവും അധികം ആസുരി അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുന്ന സിംഹത്തിൻ്റെ വർഗ്ഗമാണ് തീരെ ഇല്ലാണ്ടാവുന്നത്. ആടുകൾ ഒന്നും കാട്ടില്ല, ഇരട്ടിയാവുന്നു. ഇത് ലോകത്തിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് ചിലർ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. നേരെ വിപരീത. കാരണം അധികം ശക്തിയും ദ്രോഹം ചെയ്യുന്ന ആളുകളാണ് നശിച്ചു പോകുന്നത്. സാമാന്യക്കാർ നിലനിൽക്കുന്നു. ലോകത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നീ ഏതിലുള്ളതാണ്? ദൈവീ സമ്പത്തിലാണ്. അല്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ പൊതുവേ നമ്മളൊക്കെ ദൈവീ സമ്പത്തുള്ളവരാണ്, അതുകൊണ്ട് പരിഭ്രമിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ദൗ ഭൂതസർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേശ്വരനു. ദോ ഭൂതസർഗോ, ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത് അല്ല, ക്രിയേറ്റഡ് എന്ന് പറയുമല്ലോ, ഉള്ളതല്ല. അപ്പോൾ ഈ കാണുന്ന ലോകം മുഴുവനും ഭൂതങ്ങളാണ്. സർഗം എന്ന് തന്നെ, സർഗം എന്നുള്ളതിന് ഉണ്ടാവുക എന്നല്ല, പ്രകടമാവുക എന്നാണ്. സൃഷ്ടിക്കുക, പ്രകടമാവുക. നമ്മൾ പുതുതൊന്നും ഉണ്ടാക്കണില്ല. ഇപ്പോൾ സിനിമ പ്രൊജക്റ്റ് ചെയ്യാന്നാണ് ഇംഗ്ലീഷിൽ വരിക. സിനിമയിലുണ്ട്, അത് പ്രൊജക്റ്റ് ചെയ്യണം. അതുമാതിരി ഇവിടെ ഇതൊക്കെ ഈശ്വരനിലുണ്ട്, അത് പ്രൊജക്റ്റ് ചെയ്യണം. ദോ ഭൂസർഗോ ലോകെ അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ ദൈവ ആസുര ഏവര, ഇത് രണ്ടും ഇവിടെ ഉണ്ട്. ദൈവശക്തിയും ആസുരശക്തിയും. കാരണം പോസിറ്റീവും നെഗറ്റീവും ഇല്ലാത്ത ഒരെനർജിയും ലോകത്തില്ല. ഏതിൽ എനർജിയിലും പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അതിൽ പോസിറ്റീവിനെ നമ്മൾ സ്വീകരിക്കും, നെഗറ്റീവിനെ നമുക്ക് കളയാൻ സാധിക്കും. അതിൽ പോസിറ്റീവായിട്ടുള്ള ദൈവം തന്നെ ഉള്ളത് ഈ കഴിഞ്ഞ 15 അധ്യായത്തിലും വിസ്തരിച്ചു. അപ്പോൾ ആ 3 ശ്ലോകം കൊണ്ട് വിസ്തരിച്ച പ്രോക്ത ആസുരത്തെ പറ്റിയിട്ട്. ആസുരം സുരൻ എന്ന് പറഞ്ഞാൽ വേണ്ട മാതിരി കൊടുക്കുക. ആ സുരൻ്റെ വേണ്ട മാതിരി കൊടുക്കാതിരിക്കുക. അതായത് ഒന്ന് ത്യാഗം, മറ്റത് ഭോഗം. അതിൽ ത്യാഗത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ 15 അധ്യായത്തിൽ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ ജനിച്ചത്, ത്യജിക്കാനാണ്. എന്തിനെ ത്യജിക്കുന്നത്? തെറ്റായ വിചാരം, ഞാൻ ശരീരമാണ്, മനുഷ്യനാണ് എന്ന തെറ്റായ വിചാരത്തെ ത്യജിക്കലാണ്. എന്നാലല്ലേ നമ്മൾ ആത്മാവാണ് തോന്നുള്ളൂ. അപ്പോൾ ആ ത്യജിക്കേണ്ടത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവി സമ്പത്തുക, ആസുരി സമ്പത്തിനെ അത്ര പറഞ്ഞിട്ടില്ല. അത് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞത്. പ്രവൃത്തിം ച നിവർത്തിം ച ജന ന വിദു ആസുര ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. ഈ പ്രവൃത്തി നിവർത്തി ഉണ്ടല്ലോ, വാസ്തവത്തിൽ നിവർത്തിയേ ഉള്ളൂടെ. നിവർത്തി വെച്ചാൽ സ്ഥിരത, നിവർത്തിക്കുക അങ്ങനെയാണെന്ന് പറയാം, സ്ഥിരതാണ്. പ്രവൃത്തി അതൊന്നും ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രവൃത്തി അങ്ങ് തുടങ്ങിയാൽ വാസ്തവത്തിൽ അത് എവിടേക്കാണ് പോകുന്നത്? നിവർത്തിയിലേക്ക് കഴിയണ്ടേ.
പ്രവൃത്തി തുടങ്ങിയാൽ നിവൃത്തിയിലേക്ക് പോകണമല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ആ നിവൃത്തിയിലെത്തിയ പിന്നെയും അതിന് പ്രവൃത്തി ഉണ്ടാവുക. ലക്ഷ്യം എപ്പോഴും എന്താ? നിവൃത്തിയാണ്. കാരണം ശാന്തമായിട്ടിക്കൽ അല്ലേ, പ്രവൃത്തി അതൊന്ന് ഉണ്ടാവും, സർഗം. മറ്റത് അതിൽ ലയം. അപ്പോൾ വാസ്തവത്തിൽ എല്ലാവരും നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ നിവർത്തിക്കുക. പണം ഉണ്ടാക്കണം എന്തിനാ? ജീവിക്കാൻ ഒരു നിവൃത്തി ഉണ്ടാവുക. നിവൃത്തി അങ്ങോട്ട് പോരുമുണ്ട്. സമ്പാദിക്കലല്ല ഉദ്ദേശം, പിന്നെ പ്രവർത്തിക്കേണ്ട ഒരു ഇട വരാതെ ഇരിക്കാനുക. അപ്പോൾ ജീവിതത്തിൽ പരമലക്ഷ്യം നിവൃത്തിയാണ്. ഇതിൻ്റെ പേരാണ് സന്യാസം. അത് വെറുതെ പറയല്ല. ആ നിവൃത്തി പ്രവർത്തിച്ച നിവർത്തിച്ച ജന ന വിദു ആസുര. ആസുരന്മാർക്ക് ഇതിൻ്റെ അർത്ഥം അറിയില്ല. ഏതാ പ്രവൃത്തി, ഏതാ നിവൃത്തി. അവനെപ്പോഴും പ്രവൃത്തിയെ പറ്റിയേ പറ്റുകയുള്ളൂ, നിവൃത്തിയെ പറ്റിയിട്ടുള്ള ആലോചനയില്ല. മോഹമാണല്ലോ അവർക്ക്. ന ശൗചം ന ച ആചാര. ശൗചം ശുദ്ധി, മനഃശുദ്ധി അല്ലേ, അവർ ഇല്ല. ന ച ആചാര, അതിനനുസരിച്ചുള്ള പ്രവൃത്തിയില്ല. ന സത്യം, അവർക്ക് സത്യവും എന്താണെന്ന് അറിയില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ സത്യം ച സമദർശനം. സത്യത്തെ പറയുന്ന സമദർശനമുണ്ട്. എല്ലാം ഒന്നാണെന്ന് കാണുക. എന്ത് പാടില്ല? സമപ്രവർത്തനം പാടില്ല. വിവേകം വേണം, വ്യത്യാസം വരുത്. മനസ്സിലാവുന്നുള്ളൂ ഈ പറയുന്നത്. വിവേകേ പാടുള്ളൂ. ആ ഉദാഹരണം പറഞ്ഞിട്ട് ഒരു പശു, ഒരു മനുഷ്യൻ വരിക, എൻ്റെ കയ്യിൽ കുറച്ച് ചോറുമുണ്ട്, കുറച്ച് പുല്ലുമുണ്ട്. അപ്പോൾ സത്യം ച സമദർശനം എന്ന് വിചാരിച്ചിട്ട് ചോറെടുത്തിട്ട് പയ്യനും പുല്ലെടുത്തിട്ട് മനുഷ്യനും കൊടുക്കരുത്. ചോറ് മനുഷ്യന് കൊടുക്കണം, പുല്ല് പശുവിന് കൊടുക്കണം. ഇതവിടെ നിങ്ങൾ വ്യത്യാസം കാണിക്കുകയാണോ? അല്ല, നമ്മൾ വിവേകം കാണിച്ചതാണ്. അയാൾക്ക് ഭക്ഷണം അതേ സാധിക്കുള്ളൂ, അത് കൊടുത്തു വേണ്ടുള്ളൂ. രണ്ടും സത്യം ഈശ്വരനാണ്. അപ്പോൾ സത്യം എന്ന് പറയുന്നതിന് എന്തെങ്കിലും വിവരമില്ലായല്ല, നല്ലപോലെ വിവരമുണ്ട്. രണ്ടിൻ്റെയും കാര്യം അറിയാം. എന്നിട്ട് വിവേകത്തോടു കൂടി പ്രവർത്തിക്കുക. അപ്പോൾ അമ്മയും ഭാര്യയും പെണ്ണാണ്. അമ്മോട് പറ്റുന്നമാരും എല്ലാം ഭാര്യയോട് പെരുമാറുക. രണ്ടും പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൾക്ക് നല്ല വിവേകമാണ്. എന്നാൽ അവർക്ക് ഇതില്ല, എന്ത് വിവേകമില്ല ഈ അസുരന്മാർക്ക്. തേഷു ന വിദ്യതേ, അസുരന്മാർക്ക് ഈ വിവേകമില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് ഈ അസുര സ്വഭാവം വരുന്നത്. അത് അവർ പറയാ അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരസി അനീശ്വരം അപരസ്പര സംഭൂതം കിമന്യൽ കാമഹേതു. അവരുടെ ഈ വാദഗതി ഇങ്ങനെയാണ്. അസത്യം അപ്രതിഷ്ഠം. ഈ ലോകത്തിന് ഒരു സത്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ എപ്പോഴും ചലനേ ഉള്ളൂ. ചലനമില്ലാത്തത് ആണല്ലോ സത്യം, സർവത്ര നിറഞ്ഞത്. അങ്ങനെ ഒന്നുമില്ല ഇവിടെ. കാരണം ഈ ലോകത്ത് എപ്പം നോക്കുമ്പോഴും എവിടെയും എന്താ കാണുന്നത്? ചലനേ ഉള്ളൂ. അതുകൊണ്ട് അസത്യം അപ്രതിഷ്ഠിതം, അതിനൊരു പ്രതിഷ്ഠയില്ല ഈ ലോകത്തിന്. തേ ജഗത് ആഹു അനീശ്വര, ഈശ്വരനില്ല എന്ന് വിചാരിക്കുന്നവർ ഇങ്ങനെയാണ് അവർ പറയാം. കാരണം ഇപ്പം ജീവിക്കുന്ന സമയത്ത് സുഖമായിട്ട് ജീവിക്കുക, അല്ലാണ്ടൊന്നും വേണ്ട. എന്താ അതിൻ്റെ പേര്? ചാർവാകൻ. ഋണം കൃത്വ ഘൃതം പിബേൽ. എന്താ കടം മേടിച്ചിട്ടും നെയ്യ് കൂട്ടി ഉണ്ണണം. എന്നിട്ട് വിനുബാജി പറഞ്ഞു, മറ്റേ പാശ്ചാത്യനാണെങ്കിൽ ഋണം കൃത്വ മദ്യം പിബേൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അയാൾക്ക് അവിടെ അതാ മോഹം. ഇവിടെ അങ്ങനെയും കുറച്ച് മര്യാദ നെയ്യ കഴിയും. അപരസ്പര സംഭൂതം, ആണും പെണ്ണും കൂടി പരസ്പരം കൂടി ചേരുമ്പോൾ എന്തുണ്ടാവുന്നു? കുട്ടിയുണ്ടാവും. അല്ലാണ്ട് ഇതിൽ പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ നമ്മുടെ സയൻസൊന്നും ഇതിലും എടുക്കില്ല. അവരെ സംബന്ധിച്ചോളം ഈ രണ്ട് ജാതിയാണ്. നമ്മൾക്ക് സ്ത്രീയും പുരുഷനാണ്, പുരുഷനും പുരുഷനാണ്. കാരണം ആത്മാവാണ്. അവരുടെ ശരീരത്തിനുള്ള പ്രകൃതിയിലേ വ്യത്യാസമുള്ളൂ. പുരുഷൻ്റെ കാലത്തിൻ്റെ സ്ത്രീക്കും പുരുഷനും യാതൊരു വ്യത്യാസമില്ല. അവരങ്ങനെയല്ല, പ്രകൃതി മാത്രമേ ഉള്ളൂ എടുക്കണുള്ളൂ, പുരുഷനെ എടുക്കണില്ലല്ലോ. അതുകൊണ്ട് അപരസ്പര സംഭൂതം, അവർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഈ സൃഷ്ടി വളർന്നു വന്നു. കിമന്നൽ കാമഹേതുകം, ഇതിനെല്ലാം ഹേതു കാമല്ലാണ്ട് ഇവിടെ യാതൊന്നുമില്ല. കാമം എന്ന് പറയുന്നത് നോക്കൂ, അവിടെ തന്നെയൊക്കെ ഈ സത്യത്തിന് വിരുദ്ധം പറയും. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നർത്ഥം. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിമിതം എന്നർത്ഥം. പരിമിതം എന്നൊക്കെ എന്താണത്? എന്താ ഇനി പറയുക, നമ്മൾ റിലേറ്റീവ് എന്ന് പറയില്ലേ, ഒന്നിനെ ആസ്വദിച്ച് അല്ലേ, സാപേക്ഷം എന്നാ ശരിക്കും വാക്ക്. സാപേക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നിനെ അപേക്ഷിച്ചിട്ടേ അവർക്ക് നിലനിൽപ്പുള്ളൂ അല്ലേ. നമ്മളുടെ
ദേവി സമത്വനില്ല, അത് നിരപേക്ഷമാണ്. കാരണം അത് സത്യമാണ്, അല്ലേ? സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നുള്ളതൊക്കെ നിരപേക്ഷമാണ്. രണ്ടുണ്ടെങ്കിലല്ലേ സാപേക്ഷമുള്ളൂ. ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവർക്ക് അതില്ലേ രണ്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ചേരലാണ് ഈ സന്താനം ഉണ്ടാവാനും ജീവിക്കാനും. അപ്പോൾ അവർക്ക് ഈ പ്രകൃതിയെ പറ്റി അല്ലാണ്ട് പുരുഷനെ പറ്റി ചിന്തയേ ഇല്ല. അവർക്ക് സാധ്യമല്ല. കാരണം അവരുടെ കുറ്റമല്ല, അവരുടെ ബുദ്ധി വളരെ പരിമിതമാണ്. അതിന് ആ ബുദ്ധി ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് ദേവി സമയത്തുള്ളവർ ചെയ്യുക. അല്ലാണ്ട് അവർ ശകാരിക്കലല്ല വേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധി കുറവാണെങ്കിൽ അവർ പറഞ്ഞു കിടക്കണമല്ലോ ദേവി സമയം. കുട്ടികൾ അച്ഛനൊന്നും അറിയില്ലെന്ന് ഇങ്ങോട്ട് പറയും. കാരണം അവനിപ്പോൾ ഇതിനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്. അതുപോലെ ഈ അസുരന്മാരെ പറ്റി നമുക്ക് ദേഷ്യം തോന്നരുത്, അവരെ ഉള്ളൂ. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ആചാര്യ വിനോബാവേ ഒരിക്കൽ കാക്കാ സാഹിബ് കാലേൽക്കർ അധികം 2 മഹാത്മാക്കളാണ്. ഇവിടെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. അത് ഏറ്റവും ഇഷ്ടമുള്ള അധ്യായം വെച്ച് പോയി 16 പറഞ്ഞു. കാരണം എൻ്റെ വിവരണം അതിൽ വാസ്തവത്തിൽ അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം മഹാത്മാവാണ്. എങ്കിലും ആ വിനയം കാണിക്കാൻ അല്ലേ എന്നെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാനൊരു അസുരനാണ്, അതിൻ്റെ വിവരണം അവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലതും പറയും. എന്നിട്ട് ഗീത മുഴുവനും അദ്ദേഹത്തിന് ഹൃദയസ്ഥാനം. ആദ്യം ഈ ഭാരതരത്നം എന്ന ബഹുമതി കൊടുത്തത് ഈ കാക്കാ സാഹിബ് കാലേൽക്കർ. അദ്ദേഹം 90 വയസ്സായിരുന്നു. അതിന് ഓർമ്മയുണ്ടോ അറിയില്ല. ഇവർ കൊടുത്തപ്പോൾ മേടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഗവൺമെൻറ് പിന്നെ ശ്രമിച്ചത് വിനോബാജിക്ക് കൊടുക്കാനാണ്. അപ്പോൾ വിനോബാജി പറഞ്ഞു വേണ്ട, അവർ എനിക്ക് ഭാരതരത്നം വേണ്ട. കാരണം ചെറിയവരും വിനോബാജി എത്രയോ മഹാത്മാവും. ഇവരുടെ ഒരു ഭാരതരത്നം അദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുക്കുക, അദ്ദേഹം ഇങ്ങോട്ട് വല്ലതും കൊടുക്കുക എന്നല്ലാണ്ട് അത്ര മഹാത്മാവാണ്. ഏതായാലും വേണ്ട പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് അത് കൊടുക്കാൻ പരിശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ജയിച്ച സമയത്ത് തന്നെ വിനോബാജി അത് മേടിച്ചിട്ടില്ല, ഇനി മരിച്ചിട്ട് ഞങ്ങൾക്ക് ആശ്രമത്തിൽ ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞു. അവർക്ക് ആവശ്യമില്ല പറഞ്ഞു. ഈ ദൂരമുള്ള ആൾക്കാരിൽ ഇതൊക്കെ മോഹമുള്ള ആൾക്കാരല്ലേ ഉള്ളൂ. ഈ ആത്മജ്ഞാനമുള്ള ആൾക്ക് എന്ത് പ്രൈസും അല്ലെങ്കിൽ എന്താ അതിന് പറയാം, നമ്മൾ ഒരു ചില അവാർഡുണ്ടല്ലോ, അവർക്കെന്തൊരു അവാർഡാണ്, യാതൊരു ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ നഷ്ട ആത്മാന അല്പബുദ്ധയ പ്രഭവൻ ഉഗ്രകർമാണ ക്ഷയായ ജഗദോഹിത. കുറച്ച് വേഗത്തിലാണ് പോകണം നമ്മൾ. കാരണം അത്രയേ ഉള്ളൂ ഇത് പറയാൻ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ. ഏതാം ഈ ഇതേവരെ പറഞ്ഞ ദൃഷ്ടി, നമ്മുടെ ആ മനസ്സിൻ്റെ പോക്ക് അവഷ്ടഭ്യ സ്വീകരിച്ചിട്ട് നഷ്ട ആത്മാനോ ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവർ പൂർണ്ണനമാണ് എന്ന ബോധം നഷ്ടപ്പെട്ടു. ആത്മാവ് നഷ്ടപ്പെടുന്നുമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ ആത്മാവല്ല ശരീരമാണ് എന്ന് തെറ്റിദ്ധാരണയാണ് ആത്മാവ് നഷ്ട. അവരെങ്ങനെയാണ്? അല്പബുദ്ധയ, ബുദ്ധി കുറവേ ഉള്ളൂ. ബുദ്ധിശക്തിയാണല്ലോ മനുഷ്യൻ്റെ കേമത്വം, അത് വളരെ ചുരുക്കമുള്ളവരാണ് ഇവർ. അവർ പ്രഭവന്തി ഉഗ്രകർമ്മാണ, ഉഗ്രങ്ങളായ ദുഷ്ടങ്ങളായ അല്ലെങ്കിൽ മനുഷ്യന് നാശത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങളെ അവർ ചെയ്യും. കർമ്മമാണ് എന്തിന്? ക്ഷയായ ജഗതോഹിത, ഈ ജഗത്തിൻ്റെ മുഴുവനും ക്ഷയത്തിന് വേണ്ടിയിട്ട്. എല്ലാവരും ആസുരന്മാരായി അവിടെ ലോകം നിൽക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഇവിടെ വരുമൊന്നുമില്ല, ഈശ്വരത്തിൻ്റെ ഇതാണ്. പക്ഷെ ചിലപ്പോൾ അങ്ങനെയും ഒരു കാലമുണ്ടോ. 3 കാലങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ഈ അസുരന്മാരെ ഇങ്ങനെ ഭഗവാൻ നിഗ്രഹിക്കുക, ദേവന്മാരെ ഇങ്ങനെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അപ്പോൾ രാജാവ് ചോദിക്കും എന്താ അങ്ങനെ? അപ്പോൾ രാജാവിനോട് പറയും നാരദ മഹർഷി ധർമ്മപുത്രോടാണ് പറയുന്നത്, രാജാവ് അങ്ങനെ ഇല്ല, ഇവിടെ 3 ഗുണങ്ങളുണ്ട്. അതിൽ ആ സത്വം രജസ് തമസ്. തമസ് വർദ്ധിച്ച കാലമുണ്ടാവും സമയത്ത്. അതൊക്കെ കാലം വെച്ചാൽ വളരെ കാലമൊന്നും വേണ്ട, നമ്മളിൽ ഓരോ നിമിഷവും ഇതൊക്കെ ഉണ്ട് എന്ന് ഭാഗവതം വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ തമസ് വരുമ്പോൾ രാക്ഷസന്മാർക്കാണ് ജയം എന്ന് തോന്നും. നേരെ മറിച്ച് രജസ്സ വർദ്ധിക്കുക, അപ്പോൾ അസുരന്മാർക്കാണ് ജയം എന്ന് തോന്നും. അവസാനം പറഞ്ഞത് സത്വമാണ് വയ്ക്കുക, അപ്പോൾ ദേവന്മാർക്കാണെന്ന് തോന്നും.
എന്തായി പറയേണ്ട അർത്ഥം? ഭാഗവതം വളരെ വ്യക്തമായിട്ട് പറയാണ് ഈ കാലം എന്നില്ല എന്നുള്ളത്. ഈ ഒരു നിമിഷത്തെ ഒരു 5 മിനിറ്റിനിടയിൽ 4 യുഗവും വരാം. കാരണം നിങ്ങൾക്ക് തത്വജ്ഞാനത്തിൽ മാത്രമാണ് മോഹം എന്ന് വരിക. അപ്പോൾ നിങ്ങൾ സത്യയുഗത്തിലാണ്. നിങ്ങൾക്ക് ഈ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ത്രേതായുഗത്തിലാണ്. പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നുക, അപ്പോൾ നിങ്ങൾ ദ്വാപരത്തിലാണ്. നിങ്ങൾക്ക് തമ്മിലെല്ലാം ലഹളം ഉണ്ടാക്കണം എന്ന് തോന്നുക, അപ്പോൾ നിങ്ങൾ കലിയുഗത്തിലാണ്. ഇത് ഒരു നിമിഷത്തിൽ തന്നെ ഉണ്ടാവാം. എന്താ ഇത് കാരണം? എനിക്ക് ഈ ഭാഗവതത്തിൻ്റെ പറഞ്ഞ ചലനം ഉണ്ടാക്കലിൻ്റെ പണിയാണ് കാലം. ചലനം ഒരിക്കലും ഒരേ കാലത്ത് നിൽക്കില്ലല്ലോ. ചലനം എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂവ്മെൻ്റാണ് അല്ലേ? അപ്പോൾ എവിടെയാണ് കാലം? ഈ കാലം ദേശകാല നിമിത്തങ്ങൾ സങ്കല്പങ്ങളാണെന്ന് പറയാനാണ് ഇതേവരെ എത്രയോ കാര്യം പറഞ്ഞു കഴിഞ്ഞു. എത്രയായാലും നോക്കും ബോധ്യം വരില്ല. കാലം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ്. അതിലൊന്നുമില്ല. സങ്കല്പിക്കുമ്പോൾ ഉണ്ട്, സങ്കല്പിക്കുന്നിൽ ഇല്ല. അതിപ്പോൾ എങ്ങനെയൊക്കെ അതെ. ഇപ്പോൾ അമ്പലത്തിൽ ക്ഷേത്രം നോക്കുള്ളൂ, നമ്മളെല്ലാവരും സങ്കല്പിച്ചാൽ അവിടെ ഈശ്വരനുണ്ട്. സങ്കല്പിക്കാത്ത ഒരാൾക്ക് ഒരു ഈശ്വരനും ഇല്ല, അവിടെ കല്ലാണ്, ആൾക്കൊരു പ്രശ്നമില്ല അല്ലേ? അതുമാതിരി ഇപ്പോൾ നമ്മുടെ ത്രിവർണ്ണ പതാക നമ്മൾ സങ്കല്പിച്ചത് നമ്മുടെ കൊടിയാണ്. നമുക്ക് ഇംഗ്ലീഷുകാരൻ്റെ കൊടിയോട് ഒരു പ്രത്യേകത സങ്കല്പമില്ല, അതിനോട് വിലയില്ല, അവർക്ക് ഇതിനോടുമില്ല. അപ്പോൾ ഇതൊക്കെ സങ്കല്പമാണ്. ഈ അതെ ജഗത്തിൻ്റെ അഹിതത്തിനായിക്കൊണ്ടാണ് ഒരു പ്രവർത്തിക്കുക. ഹിതം എന്ന് പറഞ്ഞാൽ വേണ്ടത് തോന്നുക, അഹിതം വെച്ചാൽ വേണ്ടാത് തോന്നുക. ഇവർക്ക് ഈ എന്താ കാരണം? ബുദ്ധി കുറവാണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരൻ്റെ സൃഷ്ടിയിൽ കുറച്ച് തമോ ഗുണവും കുറച്ച് രജോ ഗുണവും സത്വ ഗുണവും ഉണ്ട്. അതിൽ ഇവർ രാക്ഷസന്മാരും അസുരന്മാരും ഇവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പറഞ്ഞാൽ രജോ ഗുണക്കാരാണ്. അത്ര തന്നെ രാക്ഷസത്വമില്ല. അപ്പോൾ അവർക്ക് ബുദ്ധിയുടെ കുറവുകൊണ്ടാണ് അവരിങ്ങനെ തോന്നുന്നത്. അതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ 3 ഗുണങ്ങളുണ്ട്, അറിയുമല്ലോ. എന്താ അത്? സത്വഗുണം ഉണർന്നിരിക്കുമ്പോൾ, രജോ ഗുണം സ്വപ്നം കാണുമ്പോൾ, തമോ ഗുണം ഉറങ്ങുമ്പോൾ. ഒന്നും അറിയില്ല തമോ ഗുണം. അല്ല, സ്വപ്നം കാണുന്നത് അല്ല, സത്വഗുണമാണ്. ഉണർന്നിരിക്കുന്നതാണ് സത്വഗുണം. അപ്പോൾ തന്നെ അന്യായങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. മറ്റേതൊന്നും എന്തെന്നില്ലാത്ത കോട്ട കിട്ടുക സ്വപ്നത്തിലേ, അത് രജോ ഗുണ. തമോ ഗുണമാണ് ഉറക്കം. ഇപ്പോൾ 3 ഉണ്ടാവണം ഒരു മനുഷ്യന്. അതിൽ തെറ്റൊന്നുമില്ല. 3 കൂടിയാലേ ഒരു മനുഷ്യനാവുള്ളൂ. ഇതിൻ്റെ 3ൻ്റെയും അപ്പുറത്ത് കിടക്കും. അതാണ് തുരീയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾക്ക് സമാധിസ്ഥനായി. പിന്നെ ഈ ഗുണങ്ങൾ അയാളെ ബാധിക്കില്ലാറ്. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിത മോഹാൻ ഗൃഹീത്വാ സദ്ഗ്രാഹൻ പ്രവർത്തന്തേ അശുചിവ്രത. കാമം ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു സ്ഥാനമുണ്ടാവുക. ഇപ്പോൾ അധിഷ്ഠാനം എന്നുണ്ടല്ലോ, അതിൽ പാല് കൊണ്ടുവരാൻ പറഞ്ഞു. പാല് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലേ കൊണ്ടുവരിക്കും, അല്ലാണ്ട് പാല് കൊണ്ടുവരിക. അതുമാതിരി ഈ ലോകം നിൽക്കണമെങ്കിൽ അതിനൊരു അധിഷ്ഠാനം ഉണ്ടാവും. അതാണ് ഈശ്വരൻ, സത്യം. അതിനാണ് ഈ തെറ്റായ അല്ലെങ്കിൽ അസത്യമായ എന്ന് തോന്നുന്ന സങ്കല്പം എവിടെയുണ്ടാവുക? സത്യത്തിലേ ഉള്ളൂ. ഭഗവാൻ സത്യസങ്കല്പന. അപ്പം ഇതിന് ഒരു അധിഷ്ഠാനമൊന്നുമില്ല എന്നാണ് ആരുടെ വിചാരം? ഈ അസുരന്മാരുടെ. കാമം ആശ്രിത്യ, അവർ ആശ്രയിക്കുന്നത് കാമത്തെ, ആഗ്രഹത്തെ, അല്ലാണ്ട് പൂർണ്ണതയല്ല. പൂർണ്ണതിന് കാമിക്കണ്ടല്ലോ. കാമം എന്ന് പറഞ്ഞാൽ തന്നെ ആ പൂർണ്ണത്തിനല്ലേ കാമുള്ളൂ. കാമം ആശ്രിത്യ. അതെങ്ങനെയാണ്? ദുഷ്പൂരം. അത് എത്ര ആയാലും മതിയാവില്ല. 3-ൽ ഓർമ്മ ഉണ്ടാവണം. 37 പറഞ്ഞിട്ടുണ്ട്. ദുഷ്പൂരമാണ് അനലനുമാണ് ഈ കാമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓട്ടയുള്ള പാത്രത്തിൽ വെള്ളം നിറച്ചാൽ അതൊന്നും അറിയില്ല, കാരണം അത്രയും പോയിക്കൊണ്ടിരിക്കും. അതാണ് എത്ര നിറച്ചാലും മതിയാവാതിരിക്കാതെ ദുഷ്പൂരം. അനലം എന്നുള്ളതിന് തീയിൻ്റെ വക. അതിൽ വിറകിട്ടിട്ട് തീ കെടുത്തേക്കില്ല എന്ന് വിചാരിച്ച കാര്യമില്ല. എന്നാൽ അലം എത്ര കിട്ടിയാലും പോരാ. അപ്പോൾ ഇവർ അസുരന്മാരെങ്ങനെയാണ്? ദുഷ്പൂരന്മാരുമാണ്, അനലന്മാരുമാണ്. കാരണം അവർ ശരീരമാണെന്നാണ് വിചാരിക്കണം. അപ്പോൾ ശരീരം അപൂർണ്ണമാണ്. അത് എത്ര എങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും പൂർണ്ണമാവില്ല. അപ്പോൾ കാമം ആശ്രിത്യ ദുഷ്പൂരം. മുമ്പ് പറഞ്ഞല്ലോ, ദംഭം മാനം മദാന്വിത. ആ ദംഭം കൊണ്ടും മതം കൊണ്ടും അവരെ തന്നെ മറന്നിരിക്കുന്നു. താൻ ആരാണ്, താൻ എന്തിനാണ് ജീവിക്കുന്നത്, തൻ്റെ സ്വരൂപം എന്താണ്, ഒന്നും അവർക്ക്
അറിയാണ്ടേനും വേണിത. എന്നിട്ട് മോഹാത്, വീണ്ടും മോഹം. മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആഗ്രഹം എപ്പോഴാണ് ഉണ്ടാവുക? പരിമിതമുള്ളടത്ത്. ഞാൻ പൂർണ്ണ, ഞാൻ ശരീരമാണെന്ന് പറഞ്ഞൊക്കെ മോഹമുള്ളൂ. മോഹാത് ഗൃഹീത്വ അസദ്ഗ്രാഹാൻ, സത്തല്ലാത്തതിനെ കിട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തന്തേ അശുചി വ്രത. അവർ എപ്പോഴും പ്രവർത്തിക്കും. അവർ വെറുതെ ഇരിക്കാൻ വയ്യ. അശുചി, ശുചി അല്ലാതെ എന്താ ശൗചം എന്നുള്ളതിന് പറഞ്ഞത്? ശൗചം ഫലത്യാഗം, ഫലത്തിനെ ത്യജിക്കുന്നതാണ് ശൗചം അല്ലേ? കർമ്മഫലത്തെ ത്യജിക്കലാണ് ശൗചം. അല്ലാണ്ട് ഈ മേല് ചളി വരുന്നത് അതിന് കളയുന്ന പോലെ മനസ്സിൻ്റെ ചളി എന്താണ്? ഫലത്തിൽ മോഹ. അത് അശുചി വ്രത. അതിൽ അവർ വ്രതമുള്ള അശുചി അവർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കൂട്ടാണ്. ചിന്താം അപരിമേയാം ച പ്രളയാന്തമുപാശ്രിത കാമോപഭോഗപരമ ഏതാവധി നിശ്ചിത ആശാപാശശതൈർബദ്ധ കാമക്രോധപരായണ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയൻ. ഇത് വാസ്തവത്തിൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ, പത്രമൊക്കെ വായിച്ചാൽ ഒരു വിഷമമില്ലാണ്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നോക്കാം. അതുപോലെയാണ്. എന്താ അത്? ചിന്താം അപരിമേയാം. പരിമിതം ഒരു അതിരുണ്ട്. അപരിമിതം അതിരില്ലാത്ത, അതിനെ ചിന്ത. കിട്ടിയത് പോരാ, അത് വേണം, അതില്ലാത്തതുകൊണ്ടാ ദുഃഖം, ഇതില്ലാത്തതുകൊണ്ടാ ദുഃഖം, ഇതില്ലാത്തതുകൊണ്ടാ ദുഃഖം. ഇങ്ങനെയാണ് അവർ. കാരണം അവർ ഈ ശരീരത്തെ മാത്രമേ കാണുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ആത്മാവിനെ കാണുന്നില്ല. അപരിമേയാം ചിന്ത, പരിമിതിയില്ലാത്ത ചിന്ത. പ്രളയാന്തം ഉപാശ്രിത. ഏതുവരെ ഉണ്ടാവും? പ്രളയം വരെ. പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകർഷനെ ലയിക്കുക. കാരണം ഈ ബോധം മാറി ഈശ്വരനിൽ ചേരുന്നത് വരെ ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കൂ. അങ്ങനെ എന്തൊക്കെ മറ്റേ കാമ ഉപഭോഗ പര. കാമം ആഗ്രഹം, ഉപഭോഗം അതിനെ ആഗ്രഹിച്ച് കിട്ടുക അല്ലോ. ഏതാവധി നിശ്ചിത. ഇത് മാത്രമേ ജീവിതത്തിൻ്റെ ലക്ഷ്യമുള്ളൂ. സാധനങ്ങൾ ഈ കാണുന്നു, കേൾക്കുന്നു, മുകർന്നിടുന്നു, മുറയ്ക്കു തിന്നുന്നു, തലോടിയിടുന്നു. ഈ അഞ്ചിലും മേലെ ഒരാത്മസൗഖ്യം തേടായിൽ മർത്യൻ്റെ മഹത്വം എന്താ എന്ന് ഭാഗവതത്തെ ശ്ലോകമാണ്. മുജുകുന്ദ രാജാവ് ഭഗവാൻ പറയുന്നു. സാധാരണക്കാർ ഇപ്പോൾ ഈ 5 തന്നെ വേണ്ടു ജീവിതത്തിൽ. അങ്ങനെ അതന്നെ ആവർത്തിച്ചിട്ട് ഒരു ദിവസം സാധാരണ എല്ലാം നശിച്ചു പോകണം വരെ അവരെയും ശരീരം പോകണു. പിന്നെയും ഈ വാസന കൊണ്ട് ആദ്യം ജനിക്കുന്നു. പുനരപി ജനനം പുനരപി ജനനീ ജഠരേ ശയനം എന്ന് ശങ്കരാചാര്യ പറഞ്ഞ പോലെ ഇതിനൊരു അവസാനമില്ലാത്ത യാത്ര. ഏതുപോലെ പരിഭ്രമം, വട്ടം ചുറ്റുക ആണല്ലോ. ഇതാണ് അസുരന്മാരുടെ പണിയും അസം. ആശാപാശ ശതം 100 ആശകളും ആശയാകുന്ന പാശം. ആശയാകുന്ന പാശം കൊണ്ട് വെറുവിടാതെ കരയേറുന്നു മേൽക്കുമേൽ കുന്താനം പറയുന്നുണ്ട്. ആശ കിട്ടുന്നൊരു പ്രതീക്ഷയാണ്. എപ്പോഴാണ് ഈ പ്രതീക്ഷ ഉണ്ടാവുക? കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുമ്പോഴല്ലേ കിട്ടുന്നുള്ള പ്രതീക്ഷ കൊണ്ടു. ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആശയുടെ പ്രശ്നമില്ല. അതൊക്കെ ആശ വേണ്ടല്ലോ. ഞാൻ പൂർണ്ണനാണ്, എനിക്ക് ഇന്നതൊന്നും ഇല്ല, അത് കിട്ടിയാൽ തിരക്കില്ല എന്നാണ് ആശ. അത് ഈ ശരീരത്തെ ആസ്വദിച്ചുള്ളൂ. ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞാൽ, ദേവി സമ്പത്ത് വന്നാൽ അയാൾക്ക് ആശ ഉണ്ടാവില്ല. അയാളും ഭക്ഷണമൊക്കെ കഴിക്കും, കാര്യം ഉണ്ടാവും. പക്ഷേ അതിലൊരു പ്രത്യേക ആശയില്ല. അത് ഈശ്വരൻ്റെ എന്ത് പ്രകാരം അതെ ശരി. ആശാപാശ ശതേർ ബദ്ധ കെട്ടാണ്. കാമക്രോധപരായണം. കാമവും ക്രോധവുമാണ് പരമമായ അയനം. ലക്ഷ്യം മുഴുവനും കാമാണ്. അത് കിട്ടാഞ്ഞാൽ ക്രോധം വരിക. അപ്പോൾ അവർക്ക് ഒരവസാനമില്ലാതെ ഈ കാമക്രോധങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ ഹന്തേ ആഗ്രഹിക്കുന്നു കാമഭോഗാർത്ഥം. പിന്നെയും കിട്ടണം എന്നല്ലാണ്ട് ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം കാര്യമൊന്നുള്ളൂ. ഞാൻ പരിമിതനാണ്, ഞാൻ സാപേക്ഷനാണ്, ഏതോ തോന്നലാണ് ഇതൊക്കെ. ഇവിടുത്തെ അസുരന്മാരെ ഇത് പറഞ്ഞതിനെ സത്യത്തിൽ നമ്മൾ നിരപേക്ഷനാണ്. നോക്കിക്കോളൂ, ഞാൻ ഒരു മാറ്റമില്ലാതെ നിൽക്കണു. നമുക്കറിയാം. ആരും ഞാൻ ദേഹം എന്ന് പറയാറില്ല. എൻ്റെ ദേഹമേ പറയുള്ളൂ. എൻ്റെ ദേഹം മാറുന്നു, എൻ്റെ മനസ്സ് മാറുന്നു, എൻ്റെ ബുദ്ധി മാറുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ മാറുന്നു, എല്ലാം മാറുന്നു. ഞാൻ മാറാതെ നിൽക്കുന്നു, യാതൊരു സംശയമില്ല. ഇത് മാറുന്ന സാധനങ്ങളൊക്കെ ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുക. അതാണ് കാമം.
ഇതൊന്ന് അല്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും സ്ഥായിയല്ല. ഇതിങ്ങനെ മാറി 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 വരികൊണ്ടാണ്. അപ്പോൾ ഇതിന് നിത്യപ്രളയം എന്ന ഭാഗവതം പറയാം. പുഴയിൽ കൂടി വെള്ളം ഇങ്ങനെ പോയിട്ടുണ്ടാവും. നമ്മളിന്ന് ഭാരതപ്പുഴ പറയും. ഭാരതപ്പുഴ ചെറൊന്നുമില്ല. ആ പുഴയിലത്തെ വെള്ളം മുങ്ങിയ പുഴയിൽ പൊന്താൻ പറ്റില്ല. അപ്പോഴേക്കും ആ വെള്ളം പോയി. അതുമാതിരി അഗതി തിരി കത്തുമ്പോൾ ഒരു നാളം പോയി, പിന്നെ ഒരു നാളം പോയി. അങ്ങനെ നാളം പോകുന്നുണ്ടെങ്കിൽ പുഴയിൽ നമുക്ക് വെള്ളം പോകുന്നത് കാണാം. നാളത്തിന് ചിലപ്പോൾ കാണില്ല, എങ്ങനെ ഒരേപോലെ ഒന്ന് കത്തുണ്ടാവും. അത് എങ്ങനെയാണ് അറിയണമെന്ന് വെച്ചാൽ എണ്ണ ഇല്ലാണ്ടേ കൊണ്ട്. അപ്പോൾ എണ്ണ പോകുന്നുണ്ട് തീർച്ചയായും, അതൊന്ന് മനസ്സിലാക്കും. അപ്പോൾ നിത്യപ്രളയം ഇതാണ് നമ്മുടെ ശിക്ഷത്തെ. ഈഹന്തേ കാമഹന അന്യായേൻ അന അർത്ഥ സഞ്ചയനം എന്ന് കേട്ടില്ലേ? മരിച്ചാൽ സഞ്ചയനം എന്താ അറിയാം? എല്ലൊക്കെ കുട്ടി പറക്കണേലാണ് അവരെ. അതിനാണ് സഞ്ചയനം. ഇത്രാഞ്ചിൻ്റെ സഞ്ചയനം എന്നൊക്കെ പറയുമല്ലോ. ബാക്കിയുള്ള എല്ല് പറക്കി എന്നിട്ട് കയ്യിലിടാനാണ്. ഇവിടെയും തന്നെ സഞ്ചയനം അർത്ഥസഞ്ചയനം. അർത്ഥം എവിടെയൊക്കെ പണം ഉണ്ടോ, അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം അനർത്ഥം ഭാവയ നിത്യം എന്നാ പറഞ്ഞത്. ഈ ഓരോന്നിനും ഒരു വാക്കും ഉണ്ടാവും, അതിനൊരു അർത്ഥവും ഉണ്ടാവും അല്ലേ? ഇപ്പോൾ മേശ എന്ന് പറഞ്ഞാൽ അതിനൊരു ശബ്ദമുണ്ട്, അതിനർത്ഥമുണ്ട് അല്ലേ? ഈ അർത്ഥം വാസ്തവത്തിൽ ഈ ശബ്ദത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയതാ, അത് വേറെ എടുക്കണ്ട അല്ലേ? ഇവിടെ ആ അർത്ഥത്തിന് മാത്രമേ അവർ പ്രാധാന്യം കൊടുക്കുള്ളൂ. അർത്ഥം എന്നുള്ളതിന് പണം എന്നും അർത്ഥമുണ്ട് അല്ലേ? പണം എന്നുള്ളതിന് അർത്ഥം എന്ന് പറയില്ല നമ്മൾ. അത് ഉണ്ടാക്കണം എന്നാണ് അവരുടെ വിചാരം. ഉണ്ണാതിരിക്കുക, ഇരിക്കാൻ ഉണ്ണ, അങ്ങനെയാണല്ലോ. ചില മഹാത്മാക്കളെ ഇരിക്കാൻ വേണ്ടി ഉണ്ണും, മറ്റവരൊക്കെ ഉണ്ണാൻ വേണ്ടി ഇരിക്കും, തിന്നു മുടിക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു വിനോബാജി പറഞ്ഞൊരു കാര്യം പറയാം. അസുരന്മാരുടെ 3 ഗുണങ്ങളെ പറ്റി പറയാം. ഒന്ന്, ഞങ്ങൾ പറയണതാണ് ശരി, നിങ്ങളുടെ മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ ഞങ്ങളും നിങ്ങളും വന്നുമല്ലോ, അപ്പോൾ ദ്വൈതം വന്നു. ഞങ്ങൾ പറയണതാണ് ശരി. അത് എന്തു വേണം? അത് എല്ലാ ദിക്കിലും നമ്മുടെ സംസ്കാരം എല്ലാ ദിക്കിലും അത് വളർത്തണം, എല്ലാ ദിക്കിലും പരത്തണം. അപ്പോൾ അത് വേണമെങ്കിൽ എന്തു വേണം? പണം ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പണം എല്ലാം ഞങ്ങളുടെ കയ്യിൽ വരണം, നല്ല സാധിക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ എല്ലാവരും തരില്ല. അപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ അവനെ കൊല്ലണം, നമ്മൾ കൊന്നിട്ട് പണം ഉണ്ടാക്കണം. എന്നിട്ട് ഞങ്ങളുടെ എന്താ നിങ്ങളുടെ ഈ സംസ്കാരത്തിന് ഇത്ര മാഹാത്മ്യം? അതോ അത് ഞങ്ങളുടെ ആകൊണ്ട് ഇതാണ്. അല്ലാണ്ട് അത് സത്യമാണോ നല്ലതാണോ ചോദിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഇത്രയും രസമുള്ള ഇതിപ്പോൾ കൊണ്ട് ചിന്തിച്ചാൽ നമ്മുടെ പത്രമൊക്കെ എടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം ഒക്കെ അസുരന്മാരെ അവിടെ. കാരണം ഞങ്ങളുടെ പാർട്ടിയാണ് ശരി, അതുകൊണ്ട് പണമൊക്കെ ഞങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ അധികാരം കിട്ടണം. എന്നിട്ടോ അങ്ങനെ അതിനെതിരെന്നുള്ളവരൊക്കെ ഞങ്ങൾ കൊല്ലും ചെയ്യും. ഇത് തന്നെ ഇന്ന് പിറ്റേ ദിവസം ഹർത്താലും ആവാം. അതവിടെ ഉള്ള കഥ. ഓരോരുത്തരുടെയും കഥ ആണ്. ഓരോ നിമിഷവും ഈ ഭഗവത്ഗീത ഇവിടെ ശരിക്ക് മുമ്പിൽ ഇങ്ങനെ ചിത്രം കാണുന്ന പോലെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ 3 കാര്യം. സംസ്കാരം എൻ്റെ നല്ലത്, കാരണം അത് എൻ്റെ ആവുകൊണ്ട്, അതാണ്. അല്ലാണ്ട് അതിൻ്റെ ഇതൊന്നുമില്ല. അത് എല്ലാ ദിക്കിലും എല്ലാവരെയും എന്താകണം? പരത്തണം എല്ലാവരെയും. കാരണം സംസ്കാരമുള്ളത് അവരാക്കണമല്ലോ. അതിന് പണമൊക്കെ ഞങ്ങളുടെ കയ്യിൽ വരണം. അതിങ്ങനെ അവർ തരില്ല, ഇല്ലാച്ചാൽ അവനെ കൊല്ലും, നിറയെടുക്കും. എന്നിട്ട് എല്ലാവരും കൊന്നിട്ട് പിന്നെ അയാളെ പിന്നെ ആദ്യം സംസ്കാരം ഉണ്ടാക്കുകയും ശരിയില്ല. അങ്ങനെ എന്തൊരു ലോകം മുഴുവനും ഈ അസുരൻ്റെ സമ്പ്രദായം കാണും. ഭംഗിയായിട്ട് പറഞ്ഞു, ഇതമദ്യമയാ ലബ്ധ ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തീതി മമ്യമേ ഭവിഷ്യതി പുനർധനം ഇതമദ്യം അയാ ലഭ്യം. ഇന്ന് ഇത്രയൊക്കെ പണം എനിക്ക് കിട്ടി, ഇതം പ്രാപ്സ്യേ മനോരഥം, ഇന്ന് എൻ്റെ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ലോ, ഇതൊക്കെ നീ നടത്തും. ഇതമസ്തീതി മമ്യമേ ഇനി പോരാ ഭവിഷ്യതി പുനർധനം, അടുത്ത ദിവസം കുറേ കൂടി പണം ഉണ്ടാക്കും. എന്നിട്ട് അത് ഞാൻ എന്തിന് ഈ സംസ്കാരം പറത്താനായിട്ട് ഉപയോഗിക്കും എന്ന് വിചാരിക്കും. അപ്പം ചിലർ തരില്ല. അപ്പം എന്താന്ന് നോക്കണേ, അതിന് പറയണേ, അസോ മയാ ഹത ശത്രു ഹനിഷ്യേ ചാപരാനവി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി. ഇതാണ് അല്ലേ? അസോ ഇന്ന് ബനെ കൊന്നു, അവരെ പണി തീർത്തു, കാരണം എന്തിനാ അവൻ്റെ പണം കൊടുത്തു. നാളെന്ത് ചെയ്യും? മറ്റവനെയും കൊല്ലും. അതായത് തനിക്ക് എതിര് നിൽക്കണവരൊക്കെ കൊല്ലും.
ഇതൊക്കെ എത്ര ശരിയാപ്പെന്ന് നമ്മൾ പത്രം വായിച്ചാൽ ഇത് അക്ഷരം പ്രതി അല്ലേ? ഓരോ ദിക്കിലും ഇറാഖും പലസ്തീനും അമേരിക്കയും ഇന്ത്യയും പാർട്ടികളും ഒരു ലാലു പ്രസാദിൻ്റെ ഇതിൻ്റെ ഇടയിൽ വരാൻ പാടില്ലതുണ്ട്. അയാളുടെ വാക്കനെ വന്നാൽ ചെയ്ത് അത്ര എന്നാലും പോട്ടെ. ഒക്കെ ഞങ്ങൾ ജയിക്കണം എന്താ ചൊല്ല, കാരണം ഞങ്ങളാണ് ഞങ്ങളുടെ സംസ്കാരം നല്ലത്, അതിന് പണമൊക്കെ ഞങ്ങളുടെ ആവണം, അതിന് അധികാരം ഞങ്ങളുടെ വേണം. ഈ ഇലക്ഷൻ തന്നെ അതാ ഇവിടെ. അപ്പോൾ അസൗമയ കഥാശാസ്ത്രൻ ഹനിഷേ ച അപരാനബി ഈശ്വരോഹം, ഞാനാണ് ഈശ്വരൻ, ഞാൻ ഭോഗി, സിദ്ധൻ ഞാനാണ്, ബലവാൻ ഞാനാണ്. ഇങ്ങനെയാണ് അസുരന്മാരുടെ സമ്പ്രദായം. അവർക്ക് വേറെ യാതൊരു വിചാരമില്ല. എന്താ കാരണം? അടുത്ത് പറഞ്ഞു, ആദ്യോപി ജനമാനസ്മി കോന്യോസി സദൃശോമയ യക്ഷ്യേ ദാസ്യാമി മോദിഷ്യ ഇത്യജ്ഞാന വിമോഹിത. ആഢ്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ, ഞാനാണ് കേവൻ. എന്താ കാരണം? അതോ എൻ്റെ സംസ്കാരമാണ് ഏറ്റവും നല്ലത്. അതിനെന്താ കാരണം? അത് എൻ്റെ കൊണ്ട് എന്നാണ്, അല്ലാണ്ട് അതിന് ഗുണമൊന്നുമില്ല, എൻ്റെ കൊണ്ട് തന്നെ. ആഢ്യോപി ജനവാൻ അസ്മി കോന്യസ്യ സദൃശമായ, എന്നെ പോലെ ആരുണ്ട് ലോകത്തിൽ? ഇത്ര നല്ല ക്രിസ്ത്യാനികളൊക്കെ പറയില്ലേ ഇത്ര നല്ല മതം വേറെ ഏതാളുള്ളത്, അതുകൊണ്ട് അതിൽ ചേരുമെന്നാണ്. മുസൽമാൻ പറഞ്ഞത് എൻ്റെ ഇത്ര നല്ലത് അതിൽ ചേരുമെന്നാണ്. അങ്ങനെ ഓരോരുത്തരും എന്നിട്ട് ഈ മതപരിവർത്തനത്തിന് പാഞ്ഞുകൊണ്ടെടുക്കുക. എന്തിനാണോ, എന്താ നിങ്ങളുടെ ഒരു കേമത്വം? അതോ അത് ഞങ്ങളുടെ ആവുകൊണ്ടെന്നാ? അല്ല, ശരിക്കാണെങ്കിൽ എല്ലാവർക്കും നന്മ വരട്ടെ, അവർക്ക് പ്രാർത്ഥിക്കലല്ലേ വേണ്ടു. ആളെ ഇവിടെ ഹിന്ദുമതം ഒരിക്കലും ഈ സംഖ്യാവർദ്ധനത്തിന് വേണ്ടി ശ്രമിക്കാറില്ല, സൽഗുണങ്ങളുടെ തന്നുള്ളൂ. അവർക്ക് അങ്ങനെയില്ല, ആളെ ഇവിടുത്തെ ആൾ കൂടണം, അപ്പം നല്ല പണം ധാരാളവും അതിന് സാധിക്കും. ഇത് അസുരന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ് അർത്ഥം. വാസ്തവത്തിൽ ഇതൊക്കെ എത്രയോ കാലമായിട്ട്, ഒരു BC ആണെങ്കിലും AD ആണെങ്കിലും ഒക്കെ അടുത്ത കാലത്തല്ലേ ഈ ക്രിസ്തുമതവും ബുദ്ധമതവും ഒക്കെ വന്നിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് സനാതന ധർമ്മമല്ലേ ഉള്ളൂ. ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലാതെ ആവുന്നത് യാതൊരു സംശയമില്ല. കാരണം ഇതൊക്കെ ശാശ്വതമല്ല, മറ്റത് മതമല്ല, അതൊരു ധർമ്മമാണ്, ഭരതി ഇത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഹിന്ദുമതം നിലനിൽക്കൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ കാണിക്കുന്ന ഹിന്ദുമതം ഉണ്ടല്ലോ, അതിനൊന്നും ഹിന്ദുമതം ഒന്നും പേര് പറയുക. എല്ലാ ദിക്കിലും കുറേ ആനയും കുറേ കുതിരയും ഈ പടക്കും പൊട്ടിക്കലും കുറേ നമ്പൂരാർ കുടം വെച്ചിട്ട് ഇങ്ങനെ പൂജ ചെയ്യുന്നതും പേപ്പറിൽ നിറച്ചതാണ്. ഇതൊന്നും ഒരു ഹിന്ദുമതമൊന്നുമല്ല. കാരണം ഹിന്ദുമതം എന്നുള്ളത് പറഞ്ഞപ്പോൾ ആ 26 ഗുണങ്ങളുള്ള മനുഷ്യനെ ഉണ്ടാക്കണമെന്നാണ്. അതൊന്നുമല്ല ഇവിടെ. ഇതൊക്കെ ഇല്ലാണ്ട് സംശയം വേണ്ടിയിട്ട്. പക്ഷേ ആ സ്ഥായിയായ സത്യം, അഹിംസ കാര്യങ്ങൾ ഒരു കാലത്തും പോവില്ല തീർച്ച. ആഢ്യോപി ജനമാനോസ്മി കോന്യോസ്യ സദൃശോമയ, ഞാൻ യക്ഷ്യേ ദാസ്യാമി, ഞാൻ യാഗം ചെയ്യും, ഞാൻ ദാനം ചെയ്യും, മോദിഷ്യെ സന്തോഷിക്കും, ഇത്യജ്ഞാന വിമോഹിത. ഇത് പറയുമ്പോൾ ജ്ഞാനാനന്ദസ്വാമി ഒരു പറഞ്ഞ കഥ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഈ ഈശ്വരപൂജക ഒരു അധികം പൂർവ്വ ആശ്രമത്തിൽ വാരായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഒരു വലിയ വാര് പണക്കാരനാണ്. ആളുടെ അവിടെ ഇവിടെ ഇപ്പം നമ്മുടെ ഇവിടെ ഒരു അമ്പലമില്ലേ, നമ്മുടെ ഒരു അമ്പലമാണ്. അപ്പോൾ അതിലെന്നും പഞ്ചസാര പായസം വേണം, കൃഷ്ണനാ നേദിക്കണം. എന്തിനാവശ്യം അറിയോ? അത് കഴിഞ്ഞിട്ട് ഈ വാർക്ക് എന്നും ഊണ് കഴിക്കുമ്പോൾ പഞ്ചസാര പായസം കഴിച്ചു കൊടുക്കണം. എന്നാൽ അതിന് ഭഗവാന് പഞ്ചസാര പായസം കഴിക്കുക, എന്നിട്ട് ഇയാൾ കഴിക്കാണ്, അല്ലാണ്ട് അവിടെ കൊടുക്കുന്നതല്ല. 11-12 മണിക്കാണ് ഉച്ചപൂജ. കാരണം 12 ഉണ്ടായിരിക്കുക, അതിന് മുമ്പ് കഴിച്ചിടും. ഒരു ദിവസം ആൾക്ക് എവിടെയോ കുറച്ച് മുമ്പ് പോകേണ്ടതാണ്, ഒരു 10:30 പോകണം. അപ്പോൾ നമ്പൂരി വിളിച്ചു, നമ്പൂരി നാളെ എനിക്ക് 10:30 പോകണം, അതുകൊണ്ട് അതിൻ്റെ 10:30 ഉച്ചപൂജ തയ്യാറാക്കിയുള്ളൂ. എന്നിട്ട് പഞ്ചാര പായസം കഴിച്ചിട്ട് പോണേ. അപ്പോൾ ഈശ്വരൻ ഇയാളുടെ പിന്നാലെ കാണണം. ഇയാളൊക്കെ എവിടെയാണ് പരിചാൽ നാളെ രാവിലെയൊക്കെ 7 പോകണം വെച്ചാൽ അപ്പോൾ ഈശ്വരൻ തോന്നും അതിൻ്റെ മുമ്പ് പഞ്ചാര പായസം കഴിച്ചിട്ട് ഇയാൾക്ക് കൊടുക്കണം. തനിക്ക് വേണ്ടിയാണ് ഈശ്വരൻ പോലെന്ന് വിചാരിക്കുന്നത് എന്ന് അദ്ദേഹം തമാശ പറയാറുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, അമ്പലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണെങ്കിൽ നേരത്തെ നട തുറക്കണം, അല്ലെങ്കിൽ നട തുറക്കണം പറഞ്ഞാൽ ഈശ്വരൻ നിന്ന് അത് പറഞ്ഞ് കൂട്ടാക്കിക്കൊണ്ടല്ലാണ്ട് ഇവർ പറഞ്ഞത് യക്ഷ്യ ദാസ്യ മോദിഷ ഇത് അജ്ഞാന വിമോഹിത. അജ്ഞാനം കൊണ്ടാണ് മോഹം ഉണ്ടാവുന്നത്. ഓരോ വാക്കും ഒരു പ്രയാസമില്ല. കാരണം ഇത് നമുക്ക് നല്ല പരിചയമുള്ളതാ ഈ പറയണത്. കാരണം നമ്മളുടെ അനുഭവമാണല്ലോ. അനേക ചിത്ത വിഭ്രാന്ത, പലതും വിചാരിച്ച ഭ്രാന്തി തന്നെ. എങ്ങനെ ജാലം എന്നുള്ളതിന് വല എന്ന സംസ്കൃതാർത്ഥം. മോഹമാകുന്ന ജാലയിൽ ആ വലത്തിൽ സമാവൃത കുടുങ്ങിയിരിക്കണം. സമാവൃത പ്രസക്ത, അതിൽ പ്രകർഷയാണ് സക്തന്മാരാണ്. കാമഭോഗേഷു ആ പതന്തി
നരകേ അശുച, നരകമാകുന്ന അശുചിയായ നരകത്തിൽ നരകവും ഈ പാപവും പുണ്യവും ഒക്കെ ചെയ്ത ഒരു പ്രാപ്തി ചെയ്തിട്ട് അത് വേണ്ടിയായിരുന്നില്ല തോന്നുന്നതാണ് നരകം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാപമൊക്കെ അല്ലാണ്ട് വേറെ സ്ഥലമൊന്നുമില്ല. അവരിതൊക്കെ ചെയ്തിട്ട് എത്രയായാലും സംതൃപ്തി വരില്ല. കാരണം അവർക്ക് സംതൃപ്തി വരുകയല്ലോ, പരിമിതല്ലേ അവരുടെ മനസ്സ്, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും എന്ത് ചെയ്തു, ദുഃഖം ഉണ്ടാവുള്ളൂ, മറിയില്ല. ദുഷ്പൂരം അനലം എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഒരു സാധനവും അവർക്ക് സാധിക്കാതെ വരുന്നു പറയുന്നത്. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമദാന്യുത യന്തേ നാമയജ്ഞേസ്തെ ദംഭേന അവിധിപൂർവകം. ആത്മസംഭാവിത സ്തബ്ധന്മാരെ ചാർസം. സ്തബ്ധൻ എന്ത് നിശ്ചലത അല്ല, അതായത് മൂഢത കൊണ്ടുള്ള സ്തംഭത. അല്ലാണ്ട് മഹാത്മാക്കളുണ്ട് അവർക്ക് നിശ്ചലനാണ്, അതല്ല. സ്തംഭിക്കുക എന്ന് പറഞ്ഞാൽ ചലനം ഉണ്ടായിട്ട് അതിനെ നിർത്തുക, അതാണ് സ്തംഭിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചലനമുണ്ട്, മറ്റൊരു ശക്തിയെ അതിനോട് നിർത്തി. ആത്മസംഭാവിത സ്തംഭ ധനമാനമദാന്വിത. ധനം മാനം അതുകൊണ്ട് അവരാണ് ഈ എന്തെന്നില്ലാത്ത ഒരു അഭിമാനം വരെയാണ്. അവർ യജന്തേ യജ്ഞം ചെയ്തു. ഇപ്പോൾ മുമ്പ് പറഞ്ഞല്ലോ അയാളുടെ ആവശ്യം എന്തേ നാമയജ്ഞ. അത് വെറും ശരിക്കുള്ള യജ്ഞമല്ല, പേര് യജ്ഞം എന്നാണ്, നാമയജ്ഞമാണ്. ദംഭേന ആ വിധിപൂർവം, ദംഭം കൊണ്ട് വിധിപൂർവമല്ലാത്ത യജ്ഞയാണ് അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് വിധി എന്താ നിഷേധം എന്താണെന്ന് അറിയില്ല. അവരെ സംബന്ധിച്ചാൽ ബുദ്ധി വളരെ ചുരുക്കമാണല്ലോ, അവരുടെ ബുദ്ധി മനസ്സൊക്കെ വളരെ ചുരുക്കമാണല്ലോ അവർക്ക്. അതുകൊണ്ടാണ് അവരിതിനെയൊന്നും ആലോചിക്കാണ്ടേ താൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞല്ലോ, തൻ്റെ സംസ്കാരം. അവർക്ക് അഹംകാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത മമ ആത്മപരദേഹേഷു പ്രതിഷന്തോ അഭ്യസൂയക. എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും പിന്നെയും പറയാൻ ഭഗവാൻ. അഹങ്കാരം, അഹത്തിന് ഒരു ആകാരമുണ്ട്, ഞാൻ ശരീരമാണ് എന്ന് തോന്നുന്നതാണ് അഹങ്കാരം. വാസ്തവത്തിൽ അഹത്തിന് ആകാരമില്ല, അഹങ്കാരം. ബലം, എന്തു ബലം? അതിൻ്റെ ശരീരബലം. ദർപ്പം, അതിനുള്ള ബഹുമാനം, കാമനാണ്. കാമം ക്രോധം ച സംശ്രിത, എല്ലാം കൂട്ടിച്ചേർന്നിട്ട് സംശ്രിത. മമ ആത്മപരദേഹേഷു, എന്നെ തന്നെ മറ്റുള്ള ദേഹങ്ങളിൽ ഈ ഞാൻ തന്നെയാണെന്നുള്ള ഒരു മനസ്സിലാവില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു അവരെ ദ്വേഷിക്കുന്നു. എങ്ങനെ? അഭ്യസൂയക, അവർക്ക് അസൂയ കൊണ്ട്. ഈ അസൂയ എപ്പോഴാണ് ഉണ്ടാവുക? എൻ്റെ അല്ല എന്നുള്ള ആളോടെ അസൂയുള്ളൂ, എൻ്റെ ആളോട് അസൂയയില്ല, അവരൊരു സ്നേഹ. അപ്പോൾ മറ്റുള്ളവരൊക്കെ എൻ്റെ അന്ന് അല്ല എന്ന് തോന്നുമ്പോൾ അപ്പോഴാണ് അസൂയ ഉണ്ടാവുക. ഈ ദുര്യോധനുണ്ടായിരുന്ന ഏറ്റവും വലിയ ദോഷം അസൂയൻ, വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഈ മാതിരി ഒരു സെറ്റ് പറഞ്ഞു. താനകം ദ്വിഷത ക്രൂരൻ സംസാരേഷു നരാധമൻ ക്ഷിപാമ്യസംശുതൻ ആസുരീഷ്വേവ യോനിഷു. താൻ, അങ്ങനെയുള്ളവരെ, അഹം ഞാൻ, ദ്വിഷത ക്രൂരൻ, എല്ലാവരെയും ദ്വേഷിക്കുകയും ക്രൂരനും ആയിട്ടുള്ള കൂട്ടർ. സംസാരേഷു, സംസാരം സമ്യക്കാവുകൊണ്ടും സരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒഴുകുക, അതാണ് അവർ. നരാധമൻ, നരന്മാരിൽ അധമന്മാരാണ് അവരെ. ക്ഷിപാമ്യ അജസ്രം, ഏത് കാലത്തും ഞാൻ എന്ത് ചെയ്യുന്നു, ആസുരീഷ്വേവ യോനിഷു. ഈ ആസുരി, ഈ മാതിരി വട്ടം ചുറ്റുന്ന ഇതിൽ തന്നെ ഞാൻ അവരെയും എപ്പോഴും. അപ്പം എന്താ ഭഗവാൻ വല്ല എത്ര ക്രൂരനാണോ? ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം ഭഗവാൻ തന്നെ. ഭഗവാൻ നല്ലത് ചെയ്താൽ നല്ലത് തരും ചെയ്ത് തരും. തീയന് ആരോടും ഒരു ദേഷ്യവും സന്തോഷവും ഇല്ല. തൊട്ടാൽ പൊള്ളും, തൊഴിലില്ലെങ്കിൽ പൊള്ളില്ല. ഭഗവാൻ സമസ്വരൂപനാണ്. ഇതൊക്കെ ഇങ്ങനെ വരുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. 9 നിന്ന് ഓർമ്മ ഉണ്ടാവണം. സമൂഹം സർവഭൂതേഷു എന്ന ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. അവിടെ അർത്ഥവും പറഞ്ഞു. രാവിലെ നല്ല തണുപ്പ്, പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നിട്ട് തീക്കായിയാണ്. അതിൻ്റെ അടുക്ക് വന്നിരുന്നാൽ അതിൻ്റെ നല്ല സുഖം ഉണ്ടാവും. നിങ്ങൾ കിഴക്കോർത്ത് വന്നിട്ട് എന്താ തീയിനിങ്ങനെ ഒരു കൊള്ളില്ലായ, ഞങ്ങളെ അവരെ മാത്രം ചൂടാക്കണം, ഞങ്ങൾ ഉണ്ടല്ലോ. നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങൾ ആ തീൻ്റെ അടുത്തേക്കാ പൊക്കോളും പറഞ്ഞു. നിങ്ങൾ എവിടെ വന്നിരുന്നിട്ട് എന്താ അതുപോലെ. ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ഈശ്വരൻ എന്താ നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് ഇല്ല. ഈശ്വരൻ സമസ്വരൂപനാണ്. ആ ഈശ്വരനാണെന്ന് നമ്മൾ അറിഞ്ഞാൽ, എല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. നമ്മളുടെ തെറ്റാണ്. ഈശ്വരൻ സമസ്വരൂപനല്ലാഞ്ഞിട്ടല്ല, നമ്മൾ സമസ്വരൂപത്തെ അംഗീകരിക്കുക. ആ അംഗീകരിച്ചാൽ നമ്മൾ അസുരനല്ലാണ്ട് ദേവനായി. അല്ലാത്ത ആളുകൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനാണ് അജ്ഞാനം എന്നത്. അതെന്താ കാരണം എന്നാണ് ഒരു ചോദ്യമുള്ളത്. അത് മാത്രം ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം
വികാൻസ്വാമി അമേരിക്കയിൽ പോയി ചോദിച്ചപ്പോഴല്ലോ എല്ലാം വൈ ഓൾ ദീസ് തിങ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഇഗ്നറൻസ് പറഞ്ഞു. അപ്പോൾ യു മേ ആസ്ക് മീ വൈ ദിസ് ഇഗ്നറൻസ്? അപ്പോൾ സ്വാമി പറഞ്ഞു അവർ ഗ്രേറ്റ് ഋഷീസ് വർ were brave enough to say that they do not know. എന്താ അർത്ഥം? അതിന് ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഒരു സാധനം വരുന്ന സമയത്ത് ഒരു കുട മറന്നു വെച്ചു. ഇവിടെ വന്നിട്ട് പറഞ്ഞു കുട മറന്നു വെച്ചുവല്ലോ എന്ന് ചോദിച്ചു. എന്തേ മറന്നു വയ്ക്കാൻ കാരണം ചോദിച്ചാലോ അതിനെന്താ ഉത്തരം? അങ്ങനെ അതായത് അവനെ മറക്കുക. മറക്കണതിന് എന്താ കാരണം ചോദിക്കുക? മറന്നതൊന്നുണ്ട് എന്ന് പറയാന്നല്ലാണ്ട് അതിന് കാരണമില്ല. അതുപോലെ ഈ പ്രപഞ്ചം തോന്നുന്നുണ്ട് എന്നല്ലാണ്ട് എന്തിനാ കാരണം ആരോട് ചോദിക്കേണ്ടി വരുവാണെങ്കിൽ ഈശ്വരനോട് ചോദിക്കേണ്ടി വരും. അത് ഈശ്വരൻ്റെ സങ്കല്പം എന്ന് പറയും. സങ്കല്പത്തിന് എന്താ വിരോധമല്ലോ. അപ്പോൾ അത് പറയാൻ സാധിക്കില്ല അർത്ഥം. ആസുരീം യോനി മാമന്ന മൂഢ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാതി അധമാം ഗതിം. വല്ലാതെ കഠിനമായിട്ടാണ് പറയണത് എന്ന് തോന്നുന്നു. നോക്ക്, വാസ്തവത്തിൽ നമ്മുടെ വിവരലയാണ്. ഭഗവാൻ ഒന്നും കഠിനം പറയുന്നില്ല. ഇങ്ങനെ ആവരുത്. നമ്മളെന്ത് വേണം? അല്പം ബുദ്ധി തന്നിട്ടുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കണം. എന്തിന്? നമ്മളൊക്കെ അതെ, ഇപ്പോൾ ബുദ്ധി ഭഗവാൻ തഴഞ്ഞിട്ടില്ല, അത് ഉപയോഗിക്കില്ല. ആസുരീം യോനി ജനന സ്ഥലം ആപന്ന മൂഢന്മാർ ജന്മനി ജന്മനി അവർ വീണ്ടും വീണ്ടും ഈ വലിയ യന്ത്രശാലയിലുള്ള ചക്രം പോലെയാ. അതങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ അത് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. അതിനെന്താ ഇങ്ങനെ ചക്രം തിരിയണമെന്ന് ചോദിക്കരുത്. അതാ നിർത്തൂ പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് തിരിയില്ല. നമ്മൾക്ക് അത് നിർത്താനും ഉള്ള ശക്തി നമ്മളില്ല. യന്ത്രത്തിന് അതിനൊന്നുമില്ല. തിരിയാൻ തുടങ്ങിയാൽ അതിൻ്റെ ആ സമയം കഴിഞ്ഞാൽ വരെ അത് തിരിഞ്ഞുകൊണ്ടിരിക്കും. അതിനിപ്പം പിന്നെയും നിങ്ങൾ പെട്രോൾ ഒഴിച്ചാൽ പിന്നെ എന്തുണ്ട് തിരിയണു? അതല്ല നമുക്ക്. അപ്പോൾ ഭഗവാന്റെ കുറ്റമല്ല, നമ്മൾക്കതിനെ നല്ലതാക്കാനും ചീത്തയാക്കാനും ഉള്ള കഴിവ് ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അവരെന്നെ മാം അപ്രാപ്യ, എന്നെ പ്രാപിക്കാതെ വെച്ചാൽ സമതയെ അല്ലെങ്കിൽ നിരപേക്ഷതയെ പ്രാപിക്കാതെ കൗന്ദേയ തതോ യാന്തി അഥവാം പിന്നെയും താഴോട്ടുള്ള ഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് കൊടുത്ത ബുദ്ധിയുണ്ടല്ലോ അത് വേണ്ട പോലെ ഉപയോഗിക്കാത്തുണ്ട്. ഭഗവാൻ രണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് നല്ലതും ഉപയോഗിക്കാം. കത്തി പോലെയാണ്. കത്തി കൈ മുറിക്കാനും ഉപയോഗിക്കാം, കഷ്ണം നുറുക്കാനും ഉപയോഗിക്കാം. എന്താ വേണ്ടതുള്ളത് നിങ്ങളത് ഉപയോഗിക്കണം. നമ്മൾ കഷ്ണം നുറുക്കാനല്ല, എൻ്റെ കൈ മുറുക്കുകയാണെങ്കിൽ എപ്പോഴും കൈ നുറുക്കൊണ്ടിരിക്കും. നമ്മൾ ബുദ്ധി തന്നത് ഈശ്വരനെ പ്രാപിക്കാൻ. ഇതൊരു നല്ല നാടകമാണ്. ഈ നാടകം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അഭിനയിച്ചാൽ മടങ്ങിച്ചെന്നാൽ അവിടുന്ന് നമുക്ക് ഒന്നാം തരം പ്രൈസ് കിട്ടും. നന്നായി നേരെ നാടകം എന്ന് പറഞ്ഞിട്ട്. നേരെ തെറ്റ് ജയിച്ചാൽ എന്താണ്? നേരെയായിട്ടില്ല, ആദ്യം പോയി ഒന്നുകൂടി നടിക്കാൻ പറയും. അപ്പം നമ്മളെ ഈ നടനം ഒരിക്കലും നേരെയാവുന്നില്ല. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ഇങ്ങോട്ടെല്ലാം പറഞ്ഞു വയ്ക്കുക. എന്നിട്ട് കഴിഞ്ഞാൽ പോയി നോക്കുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ തകരാറാ. ത്രിവിധം നരകം സ്യേദം ദ്വാരം നാശനം ആത്മന കാമക്രോധ തഥാ ലോഭസ്തഥാ തസ്മാൽ ഏതൽ ത്രയം ത്യജൽ. നരകം എന്നുള്ളത് ഇപ്പോൾ ഒരു സ്ഥലമല്ല എന്നുള്ളത് വളരെ വ്യക്തത. ത്രിവിധം നരകസ്യേദം ദ്വാരം, നാശത്തിൽ പോണ 3 വഴിയാണ്. അപ്പം വഴിയുള്ളൂ. ഈ വഴി കൂടി പോയാലേ എന്ത് വേണ്ടു? നരകത്തിലെത്തുള്ളൂ. ആ വഴി കൂടി പോണില്ല ചെല്ലോ നരകത്തിലെത്തില്ല. സ്വർഗം ഇപ്പം തന്നെ ഇരിക്കുന്ന സ്വർഗനം. എന്താണെന്നൊക്കെ? കാമ ക്രോധ തഥാ ലോഭ. ഒന്ന്, ഞാൻ പരിമിതനാണ്, എനിക്ക് പലതും ആവശ്യമെന്ന് തോന്നല്, കാമം. അത് ഒന്നുകിൽ കിട്ടിയാൽ ലോഭം, കിട്ടിയില്ലെങ്കിൽ ക്രോധം. ഇതൊക്കെ 3 പറഞ്ഞതാണ്. ഇത് ഉണ്ടല്ലോ, ഇതിനെ 3 ത്രയം ത്യജൽ. ഇല്ല, വാസ്തവത്തിൽ ഒരൊറ്റ ഒന്നിനെ ത്യജിച്ചാൽ 3 ത്യജിച്ചു. കാമം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ക്രോധവും ഇല്ല, ലോഭവും ഇല്ല. കാമത്തിൻ്റെ മക്കളാ പറ്റുണ്ടാവും. ആ കാമം ത്യജിച്ചാൽ എന്താണ്? ഞാൻ അപരിമിതനാണ് എന്ന ബോധം വന്നാൽ പിന്നെ കാമില്ല. ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം കാമില്ലാതെയും പറ്റില്ല. ഞാൻ ശരീരം മാത്രമാണെന്നുകൂടി ഞാൻ പറയാറുണ്ട്. ശരീരവും ഞാനാണ്, ശരീരത്തെ കളയണ്ട. അത് ഞാനാണ്, ശരീരം മാത്രമല്ല ഞാൻ. ഇത് നമുക്ക് അനുഭവമാണ്. ജീവിതത്തിൽ അല്പം ചിന്തിച്ചാൽ സാധിക്കും. അങ്ങനെ വന്നാൽ എന്തായിരുന്നു? ഇതിനെ 3 ത്യജിക്കണം. ത്യജിക്കുക എന്നുള്ളത് എൻ്റേതല്ലാത്തതിനെ ത്യജിക്കു വയ്ക്കും. എൻ്റെ ഒരു കൈ ത്യജിക്കാം, മുറിക്കാം. എൻ്റെ ഒരു കാല് മുറിക്കാം. പക്ഷേ എന്നെ ഞാൻ എന്നെ ഒന്ന് മുറിച്ച് മാറ്റി എന്ന് പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ ഹൃദയം മാറ്റാൻ പോകട്ടെ, അതിനായിട്ട് ഇത്തിരി കഴിഞ്ഞൊരു സമയം ബുദ്ധിയും മാറ്റാമെന്നുണ്ടാവും തോന്നും, സാധിക്കും. എന്നാലും ബാക്കി വെക്കും. പക്ഷേ അതിലുള്ള ജീവൻ ഉണ്ടല്ലോ, അതിനെ മാറ്റിയാൽ പിന്നെ ബാക്കിയില്ല, സാധിക്കില്ല.
യന്ത്രത്തിനും പല സാധനവും. അപ്പോൾ ഇവ മൂന്നെയും എന്നിൽ നിന്ന് വിട്ടതാണെന്ന് തീർച്ചയല്ലോ. അതുകൊണ്ടാണ് ഇവനെ മൂന്നിനെയും വിടണം എന്ന് പറയുന്നത്. ഏതേർ വിമുക്ത, ഇതിനെ മൂന്ന് വിട്ടാക്കാവുന്നതേയ തമോ ദുബാരെ സ്ത്രീ നര. ഇത് തമസിലേക്കുള്ള 3 വഴികളാണ്. ഇതിനെ വിട്ടാൽ ആചരിത്യാത്മശ്രയ, എന്നിട്ട് ആത്മാവിൻ്റെ ശ്രേയസ്സും പ്രയസ്സും. പ്രയസ്സം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്ത് നിൽക്കുന്ന സുഖങ്ങൾ, ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും നിൽക്കുന്ന ശ്രേയ. തതോ യാതി പരാം, ഇതിനെ വിട്ടാൽ പരാം ഗതി, പരമമായ ഗതി, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ഏകത്വം എന്ന ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്നുള്ള ഗതിയെ നിങ്ങൾ പ്രാപിക്കുന്നു. ഇനി 2 ശ്ലോകം വളരെ രസമുള്ളതാണ്. യഹ് ശാസ്ത്രമിതി മുത്സൃജ്യ വർത്തതേ കാമകാരത ന സസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതി. ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ടല്ലോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 ശ്ലോകങ്ങളാണ്, വളരെ പ്രധാനമാണ്. നമ്മളുടെ യഹ യാതൊരു ശാസ്ത്രവിധി അല്ലെങ്കിൽ റൂൾസ് ഓഫ് ദ സയൻസ്, ഈ പ്രകൃതിയിൽ എല്ലാം നിയമമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന സാധന പുഴ വെള്ളം എന്നുള്ള കീഴ്പോട്ടേ ഒഴുകുള്ളൂ, അല്ലാണ്ട് വൈദ്യ അതിന് തീയെന്നുള്ള മേപ്പോട്ടേ കത്തുള്ളൂ. അതൊക്കെ നിയമമാണ്. ശാസ്ത്രം ഉത്സൃജ്യ അതൊന്നും വേണ്ടാച്ചിട്ട് വർത്തതേ എങ്ങനെ കാമകാരത, കാമം തോന്നുക കാരത ചെയ്യുക. ആരാണോ തോന്നിയത് ചെയ്യുന്നത്, ഇത് നമ്മളൊക്കെ ചെയ്യുന്നത് തോന്നിയത് ചെയ്യണം. ഈ ലോകത്തിലുള്ളവരെല്ലാവരും 199 ആളും തോന്നിയത് ചെയ്യുക. അതിനെന്താ കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അസുരന്മാർ അവരെന്ത് എന്ന സസിദ്ധിം അവാപ്നോതി, ഒന്നും ഇവിടെ സാധിക്കില്ല. എന്ന സുഖം എന്ന് പറയാം. ഇഹലോകത്തിൽ സുഖം ഉണ്ടാവില്ല, പരലോകത്തിൽ ഗതി ഉണ്ടാവില്ല. അപ്പം നമ്മളിവിടെ നിത്യം നടക്കണോണ്ട് പറയണം, ഈ പടക്കം പൊട്ടിച്ചു അല്ലെങ്കിൽ കുറേ കൊട്ടുണ്ടാക്കി, അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നതിന് വല്ല ലക്ഷ്യമുണ്ടോ? ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അധികം പടക്കം പൊട്ടിയവരൊക്കെ സമാധാനം വേണ്ടി ഒന്നും കാണാനില്ല. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ 99.9 ആളും അവരവർക്ക് തോന്നിയത് അസുരന്മാർ. ശാസ്ത്രം എന്താ നോക്കിയിട്ടില്ല. ഈ തോന്നിയത് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ സബ്ജക്റ്റീവ്, വ്യക്തിപരമായ തോന്നൽ. ഈ തോന്നലൊക്കെ വ്യക്തിപര. ശാസ്ത്രം അങ്ങനെയല്ല, വസ്തുപര. ഒന്ന് വ്യക്തിതന്ത്രം, മറ്റേന് വസ്തുതന്ത്രം. നമ്മുടെ ഉപനിഷത്തും ഇതൊക്കെ വസ്തുതന്ത്രമാണ്. തീയ ആര് തൊട്ടാലും പൊള്ളും. നേരെ മറിച്ച് ചായ എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കിഷ്ടമല്ല, മറ്റൊരാൾക്ക് എങ്ങനെയായാലും വിരോധമില്ല. അതൊന്നും ശാസ്ത്രമല്ല. വളരെ വ്യക്തമായിട്ട് എന്താ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മതങ്ങളൊക്കെ ഇന്ന് ഈ കാണിക്കുന്ന ഈ തോന്നിയത് കേട്ടാണ്. അതുകൊണ്ടൊന്നും ഒരു സമാധാനം ഉണ്ടാവാത്തത്. ഈ ശാസ്ത്രമിതി മുത്സൃജ്യ വർത്തതേ കാമകാരത ന സസിദ്ധിം അവാപ്നോതി, അവനൊന്നും സിദ്ധിക്കില്ല. എന്ന സുഖം ഇഹത്തിൽ സുഖം ഉണ്ടാവില്ല, പരത്തിൽ ഗതി ഉണ്ടാവില്ല. ഈ 2 ശ്ലോകം നമുക്ക് മനസ്സിലായാൽ ഗീത ജീവിക്കാൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് തസ്മാൽ മാത്തമാറ്റിക്സ് പോലെയാണ്. അതുകൊണ്ട് തസ്മാൽ ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥിതോ, ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടയോ എന്നതുള്ളതിന് വ്യവസ്ഥ, ഒരു തീരുമാനം എന്താണ്? ശാസ്ത്രമാവണം. ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം, ആ ശാസ്ത്രം കണ്ടിട്ട് കർമ്മ കർത്തും ഇഹ അർഹസി, ഈ കർമ്മം ഇവിടെ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഡെമോക്രസി പോലും ശാസ്ത്രമല്ല. കാരണം അധികം ആൾ പറഞ്ഞാൽ അത് കൂട്ടാക്കുക എന്നാണ്, കാമകാരതയാണ്. അതുകൊണ്ടാണ് അതിനൊരു നിലനിൽപ്പില്ലാത്തത്. വാസ്തവത്തിൽ ഇവിടെ എന്താ വേണ്ടത്? സർവോദയേ പാടുള്ളൂ. ഗവൺമെൻറ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കൂട്ടർ പറയുന്നതിന് വിപരീതം ഉണ്ടാവണ്ടല്ലോ. ഡെമോക്രസിയിൽ തന്നെ ഭൂരിഭാഗവും ന്യൂനഭാഗവും ഉണ്ട്. ന്യൂനഭാഗം ഇത്തിരി കഴിഞ്ഞാൽ ഭൂരിഭാഗവും. ഇതൊന്നും നിൽക്കില്ല. ഒരു രാജാവിന് സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഭരണമില്ലാത്ത ഒരു വ്യവസ്ഥയാണ് ശരിയായ ഭരണം, സ്വരാജ്യം. ഇപ്പോൾ അല്ലാണ്ട് സ്വരാജ്യം വെച്ചാൽ ഞാൻ പറഞ്ഞ ആളല്ല. ഇന്ത്യക്ക് സ്വരാജ്യമൊന്നും കിട്ടിയിട്ടില്ല, ഒരു രാജ്യത്തിനും സ്വരാജ്യം കിട്ടിയിട്ടില്ല. കാരണമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ രാജ്യമാണ്, ആത്മാവിൻ്റെ രാജ്യം. അത് അങ്ങനെ വന്നാൽ അപ്പോൾ വ്യത്യാസങ്ങളൊക്കെ കാണും. ഇപ്പോൾ ബുദ്ധിയുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുക. ഇയാൾക്ക് ഒന്നും വേണ്ട, മറ്റേ ആളൊന്നും. അങ്ങനെ അവരിങ്ങോട്ടും അങ്ങനെ വന്നാൽ അതിൻ്റെ പേരാണ് വൈകുണ്ഠം. അത് ഇവിടെ ഉണ്ടാവും തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അതുണ്ടാവുകയില്ല. നമ്മൾക്ക് ആ വൈകുണ്ഠത്തിൽ ജീവിക്കാൻ പറ്റും ഇവിടെ ഇരുന്നിട്ട്. കാരണം മറ്റുള്ളവരെന്തോ ചെയ്തോട്ടെ, ഞാനിങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ സമാധാനം ഉണ്ടാവും. ഈ സത്യം പറയുന്ന ആൾക്കും അഹിംസ ഉള്ള ആൾക്കും ഈ പണം ഉണ്ടാവും, രാജ്യം കിട്ടുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അയാൾക്ക് സമാധാനം ഉണ്ടാവും.
അതാണ് ഇവിടെ ആവശ്യം. അപ്പോൾ അസുരന്മാർക്ക് ഇല്ലാത്തതാ, ദേവന്മാർക്കും ഇല്ല, എന്നാലും താരതമ്യേന ഭേദമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഋഷീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർ സജ്ജനങ്ങൾ, അവർ പറഞ്ഞത് സത്യമാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുക? അപ്പം നമ്മുടെ ജീവിതത്തിൽ എനിക്കിപ്പോഴും തോന്നാറുണ്ട്, അപ്പോൾ ഈ അയിത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരർത്ഥമില്ല. കാരണം തോന്നലാണ്. നമ്പൂതിരിക്ക് പൂജ ചെയ്യാൻ പാടുള്ളൂ. എന്താ കാരണം? ഒരർത്ഥമില്ല. നമ്മളങ്ങനെ സങ്കല്പിച്ചു, അല്ലെങ്കിൽ വേറെ യാതൊന്നുമില്ല. മറ്റൊരാൾക്ക് ഈ അമ്പലം തന്നെ ഇല്ല, അപ്പോൾ അയാൾക്ക് നമ്പൂരി വേണ്ട, ഒന്നും വേണ്ട. അയാൾക്ക് പള്ളി വേണ്ടു, നമുക്ക് പള്ളി വേണ്ട അല്ലേ? ഈ കാണുന്നത് മുഴുവൻ എന്താണ്? അവനവൻ്റെ തോന്നിയത്. നല്ല ഭാഷ പറഞ്ഞാൽ തോന്നിവാസം ചെയ്യുക എന്നർത്ഥമാണ്. എല്ലാവരും തോന്നിവാസികളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയാതൊക്കെ. ഗ്രീസിലാണ് ഒരിക്കൽ സോക്രട്ടീസ് ഒരു അമ്പലത്തിൽ ചെന്ന കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഒന്നുകൂടി പറയാം ഇവിടെ മനസ്സിലായി. അപ്പോൾ ആ അമ്പലത്തിൽ എന്തോ ഒരു വഴിപാട് കഴിച്ചാൽ വയറ്റിൽ വേദന ഇല്ലാണ്ടാവും. അങ്ങനെ വയറ്റിൽ വേദന ഇല്ലാത്തവരുടെ കഴിച്ചിട്ട് സാധിച്ചിട്ട് ഒരു ലിസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോക്രട്ടീസ് മഹാത്മാവ് അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു, എന്താ അങ്ങനെ ഒന്നുണ്ട്, എന്താ അവിടുത്തെ അഭിപ്രായം? അദ്ദേഹം പരമജ്ഞാനിയാണ്. അവൻ ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ അത് തന്നെ ഒരു കാര്യം വേണം. ഇപ്പോൾ ഇത് വഴിപാട് കഴിച്ചിട്ട് മാറിയവരുടെ ലിസ്റ്റ് കൊണ്ടുവരല്ലോ, ഇത് കഴിച്ചിട്ട് മാറാത്തവരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പുറത്ത് അതുകൂടി എഴുതിയാൽ അപ്പോഴും ഏതാ ശരി ഏതാ തെറ്റ പറയില്ല, താരതമ്യം ഏതാ എന്ന് പറയാം. അധികം ആൾക്ക് മാറുകയാണ്, കുറച്ച് ആൾക്കേ മാറാത്തുള്ളൂ, അല്ലെങ്കിൽ അധികം ആൾക്ക് തോന്നുന്നു മാറില്ല, കുറച്ച് ആൾക്കേ മാറുള്ളൂ എന്ന് പറയാം. ഇതൊന്നും ശാസ്ത്രമല്ല, തോന്നിയത് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി പറയാൻ തോന്നുന്നുണ്ട്, ഇതിലെപ്പോഴും നമുക്ക് മനസ്സിലാക്കിയ ബുദ്ധൻ്റെ അവിടെ നിന്നാണ് ഒരു വ്യക്തിയുടെ വരുന്നത്. ബുദ്ധമതം, ക്രിസ്തു മതം, മുഹമ്മദ് മതം, ഈ മതങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ മതം എന്നുള്ളതിന് ഈ അഭിപ്രായം എന്നർത്ഥം വരിക. അപ്പോഴായി കുഴപ്പം വരുന്നത്. നമ്മുടേനും മതമല്ല, നമ്മുടെ സനാതനധർമ്മം. ഞാൻ മനസ്സിലാക്കിയോടത്തോളം മറ്റ് പുരാണങ്ങളിലും അവിടെയും ഈ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഇങ്ങനെ ഒന്ന് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഭഗവാൻ പറഞ്ഞത്, അർജുന ഞാൻ പറഞ്ഞത് കൂട്ടാക്കണ്ടെന്നാ. എന്തൊരു ധൈര്യമാണ് ഭഗവാന്. കാരണം സത്യസ്വരൂപനാണല്ലോ. കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളല്ല. നമ്മുടെ വിചാരം അതായി ബുദ്ധിമുട്ടേ. ഇവിടെ ഈ ഗീത പറയുന്നത് കൃഷ്ണനാ അല്ല, ശ്രീ ഭഗവാൻ ഉവാച എന്നാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങൾ തികഞ്ഞ ആളെന്നർത്ഥം, അല്ലാണ്ട് ഒരാളല്ല. അപ്പോൾ ഞാൻ പറയുന്നത് കൂട്ടാക്കണ്ട. ശാസ്ത്രം എങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ അത് പ്രകാരം ചെയ്തു. ശാസ്ത്രം പറഞ്ഞതിന് തെറ്റായി ചെയ്താൽ നിനക്ക് തകരാറ്, ശാസ്ത്രം പറഞ്ഞു നിനക്ക് രക്ഷ. ശാസ്ത്രം എന്താ പറയുന്നത്? നീ പൂർണ്ണനാണെന്നാ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, ഇത് സാധിക്കും. ഏറ്റവും രസികനാണ് ഈ പറഞ്ഞ ഈ ശ്ലോകം. ഗീതയിലത്തെ ഒരു ഒന്നാന്തരം ശ്ലോകമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇത് നമുക്ക് സ്വീകരിക്കാമെന്നല്ല, പൂർണ്ണമായിട്ട് സംശയമില്ലാതെ സ്വീകരിക്കാവുന്ന ഒരു ശ്ലോകമാണ്. ശാസ്ത്രത്തിനനുസരിച്ചൊരു ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മതം എന്നർത്ഥം വരില്ല. അങ്ങനെ വരുമ്പോൾ അതിന് പേര് സിദ്ധാന്തം എന്നുണ്ടല്ലോ. ആ തീരുമാനം ശാസ്ത്ര സിദ്ധാന്തങ്ങളാണല്ലോ, അത് സാധിക്കണം. അപ്പം അങ്ങനെ ഗീത ഇത് ഒരു ശാസ്ത്രമാണ് എന്ന് വരെ പറഞ്ഞ് നിർത്തിയിട്ട് ഇനി ആ ശാസ്ത്രം അറിയാൻ വയ്യാത്തവരുണ്ടാവും. അവരെന്താ ഗതി എന്ന് ചോദിക്കുകയാണ് ഇനി അർജുനൻ. അപ്പോൾ അവിടെ ഒരു കാര്യം ചെയ്യുക. സത്വം രജസും തമസ്സും എന്ന് 3 ഗുണങ്ങളുണ്ട്. അതിൽ തമസ്സിനെയും രജസ്സിനെയും മാറ്റിയിട്ട് സത്വഗുണം എടുത്താൽ തന്നെ അതിൽ ശ്രദ്ധ എന്ന് പറയാം. ഈ ശാസ്ത്രത്തിൽ മുഴുവൻ അറിയില്ലെങ്കിലും ശ്രദ്ധയുണ്ടായാൽ മതി. അത് സാത്വിക ശ്രദ്ധയാണെങ്കിൽ കുറേയൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞാണ് അടുത്ത അധ്യായം. ഏതായാലും ഈ അധ്യായത്തിൽ ഗീതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഭഗവത്ഗീത ശാസ്ത്രമാണെന്ന് 15 പറഞ്ഞു. 16 അത് പ്രകാരം നടക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുള്ളൂ എന്ന് വ്യക്തമായിട്ടും ഭഗവാൻ പറഞ്ഞ് വളരെ കേമമായ എന്തെന്നില്ലാത്ത നമുക്ക് ആനന്ദം തരുന്നതാണ്. അത് സാധിച്ചു എന്ന് പറഞ്ഞിരിക്കണം. ഹരി ഓം തത്സത്.